Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. നമ്മള് മെറ്റീരിയൽസ് മാനേജ്മെന്റ് അല്ലേ പഠിച്ചുകൊണ്ടിരുന്നേ? എവിടെ വരെയാ പഠിച്ചു നിർത്തിയത്? കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ എടുത്തേ? ഓർമ്മയുണ്ടോ? ആ സെലക്ഷൻ ആൻഡ് പ്രൊക്യൂർമെന്റ് ഓഫ് എക്യുപ്മെന്റ് സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നോ? യെസ് മാം, സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അത് 5 പോയിന്റ്സ് കഴിഞ്ഞു അല്ലേ? അതെ മാം. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് പോവാം. എന്താണ് ഒരു സെലക്ഷൻ ആൻഡ് പ്രൊക്യൂർമെന്റ് ഓഫ് എക്യുപ്മെന്റ്സില്? 5 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ? എന്തായിരുന്നു അതിന്? എന്താണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞേ? എന്തിനാണ് ഒരു സാധനം നമ്മൾ പർച്ചേസ് ചെയ്യാണ് അല്ലെ? അതൊരു സാധനം, ഒരു ആവശ്യമായി വരുന്ന ഒരു സാധനം. ഏതാണോ ആവശ്യമായ ഒരു സ്ഥാപനത്തിന് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമായി വരുന്നത്? വളരെ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം അതെന്ത് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്യും അല്ലെ? സെലക്ട് ചെയ്ത് അത് നമ്മൾ ഓർഡർ കൊടുത്ത് അതെന്ത് ചെയ്യുന്നു? നമ്മൾ ഡെലിവറി ചെയ്ത് നമ്മൾ ആ ഒരു സ്ഥാപനത്തിലേക്ക് ലഭ്യമാക്കി നമ്മൾ സംഭരിച്ചു വെക്കുന്നതിനെയാണ് സെലക്ഷൻ ആൻഡ് പ്രൊക്യൂർമെന്റ് ഓഫ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതിൽ ഒരു 5 സ്റ്റെപ്പാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഫസ്റ്റ് സ്റ്റെപ്പ്? ആവശ്യത്തിനനുസരിച്ചിട്ട് സെലക്ട് ചെയ്യാം. അതെ, വളരെ ആവശ്യം അനുസരിച്ച് അല്ലെ? ഓരോ യൂസർ ഡിപ്പാർട്ട്മെന്റിന്റെയും ആവശ്യങ്ങൾ അല്ലെങ്കിൽ ശുപാർശകൾക്കനുസരിച്ച് കൃത്യമായിട്ടുള്ള സാധനങ്ങൾ അല്ലെ? ആവശ്യപ്രകാരമുള്ള സാധനങ്ങൾ എന്ത് ചെയ്യുക? തിരഞ്ഞെടുക്കുക. അതാണ് ഒന്നാമതായി നമ്മൾ പറയുന്നത്. രണ്ടാമത്തത് എന്താ? സെക്കൻഡ് പോയിന്റ്, അതിന്റെ ആഫ്റ്റർ എഫക്റ്റും എന്ത് എഫക്റ്റും കാര്യങ്ങളൊക്കെ സ്പെയർസ് അവൈലബിൾ ആണോ എന്നുള്ളതൊക്കെ അറിയാം. സെയിൽസ് സർവീസ് ഉണ്ട് അല്ലെ? എന്താണ് രണ്ടാമതായി നമ്മൾ പറഞ്ഞത്? നമ്മൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സാധനം വാങ്ങാം എന്ന് പർച്ചേസ് ചെയ്യാമെന്ന് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ? അങ്ങനെ സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ വാങ്ങാൻ പോകുന്ന ആ ഒരു ഉപകരണം അല്ലെങ്കിൽ ആ ഒരു മെഷീൻ അല്ലെങ്കിൽ എക്യുപ്മെന്റ് എന്തോ ആവട്ടെ, ആ ഒരു സാധനത്തിന് നല്ല വിൽപ്പനാനന്തര സർവീസുകൾ അല്ലെ? നമ്മൾ എന്തെങ്കിലും പുതിയ സാധനങ്ങൾ വാങ്ങിച്ചാല് അവരതിന് സർവീസ് തരും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സർവീസുകൾ എങ്ങനെ സെയിൽ നടന്നതിന് ശേഷം അല്ലെങ്കിൽ വിൽപ്പനാനന്തരമായിട്ടുള്ള സർവീസുകൾ അതിന് ലഭ്യമാണോ? അതുപോലെ സ്പെയർ പാർട്സ് ഒക്കെ അതിന് അവൈലബിൾ ആണോ അല്ലെ? സ്പെയർ പാർട്സ് അവൈലബിൾ അല്ലാത്തൊരു സാധനമാണെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ നമുക്ക് റിപ്പയറിങ്ങിനാവും, ഒരുപാട് സമയവും എടുക്കും അല്ലെ? സ്പെയർ ഒക്കെ ഒരു സ്ഥലത്ത് ഇവിടെ നിന്നെങ്കിലും ഓർഡർ ചെയ്ത് വരുത്തിച്ചൊക്കെ വേണ്ടി വരും ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള സമയമൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ലാഭിക്കണം അല്ലെ? അതിനുവേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ എന്ത് ചെയ്യണം? മനസ്സിലാക്കാം. മൂന്നാമതായി എന്താ പറഞ്ഞേ? തേർഡ് പോയിന്റ് എന്താ പറഞ്ഞേ? അതെ, ഇൻസ്റ്റലേഷൻ, ഓപ്പറേഷൻ ഓർ കാലിബ്രേഷൻ അല്ലെ? അത് മൂന്നാമത് എന്താ? നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നമ്മൾ ആ സാധനം എന്ത് ചെയ്യും? പർച്ചേസ് ചെയ്യും അല്ലെ? നമുക്ക് എല്ലാ രീതിയിലും നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ആ സെലക്ട് ചെയ്ത സാധനം പർച്ചേസ് ചെയ്യും. ആ വരുന്ന സാധനം എന്ത് ചെയ്യുന്നു? ഉപകരണം അല്ലെങ്കിൽ എക്യുപ്മെന്റ് എന്താ ചെയ്യുന്നത്? ഇൻസ്റ്റലേഷൻ ചെയ്യണം, സ്ഥാപിക്കണം അല്ലെ? അതുപോലെ അതിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിന്റെ കാലിബ്രേഷൻ അല്ലെ? അതിന്റെ ആ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നുള്ളത് എന്ത് ചെയ്യണം? അവിടെ നോക്കണം അല്ലെ? അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ? ആ ഒരു സ്ഥാപിക്കുക മാത്രം ചെയ്താൽ പോരാ, ഒരു പ്രവർത്തനം എന്ത് ചെയ്യണം? നല്ല രീതിയിൽ ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഒത്തുനോക്കുകയും വേണം അല്ലെ? ഇനി ആ ഒരു സാധനം നമ്മളിപ്പോ സ്ഥാപിച്ചു, ഓക്കെ, അത് നല്ല രീതിയിൽ ഫങ്ഷനിങ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി അത് എന്താ ചെയ്യേണ്ടത്? ആ ഒരു ഉപകരണം എന്താണ് ഉപയോഗിക്കാനായിട്ടുള്ള അവിടെയുള്ള ജീവനക്കാർക്ക് അറിയണം അല്ലെ? അതിനുവേണ്ടി അവർക്ക് ആവശ്യമായ ട്രെയിനിങ്ങുകളോ ടെസ്റ്റിങ്ങുകളോ ചെയ്യാനായിട്ട് കൊടുക്കുന്നു അല്ലെ? അവർക്ക് ആവശ്യമായ പരിശീലനങ്ങളൊക്കെ കൊടുക്കുന്നു അല്ലെ? നെക്സ്റ്റ് എന്താ നമ്മൾ പറഞ്ഞത്? മാനുഫാക്ചേഴ്സ് മാനുവൽ അവൈലബിലിറ്റി അല്ലെ? ഈ ഒരു എക്യുപ്മെന്റ് നിർമ്മിച്ച നിർമ്മാതാക്കൾ ആരാണോ അവരിൽ നിന്ന് കിട്ടുന്ന മാനുവൽസ്, യൂസർ മാനുവൽസ് ഒക്കെ കണ്ടിട്ടില്ലേ നിങ്ങള്? എന്തെങ്കിലുമൊക്കെ നമ്മുടെ വീടുകളിലേക്ക് വാങ്ങുന്ന സമയത്ത് ഉപകരണങ്ങളുടെ കൂടെ ഒരു ബുക്ക് ഉണ്ടാവും അല്ലെ? ഒരു ബുക്ക്ലെറ്റ് പോലത്തെ ഒരു സാധനം കാണാറുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെന്താണത്? യൂസർ മാനുവൽസ് ഒക്കെ ഉണ്ടാകാറില്ലേ? അതിൽ എന്തിനു വേണ്ടിയാണ് ഒരു യൂസർ മാനുവൽ നമുക്ക് വെച്ചിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? അത് ഉപയോഗിക്കേണ്ട രീതി ഒക്കെ അതിലുണ്ടായിരുന്നു. അതെ,
അതെ, ആ ഒരു ഉപകരണം ഉപയോഗിക്കേണ്ട രീതി അല്ലെ, അതുപോലെ അത് എങ്ങനെയാണ് ചില സാധനങ്ങളൊക്കെ ആണെങ്കിലും ഉപകരണങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ആ ഒരു ഉപകരണത്തെ പോലെയല്ല കിട്ടുന്നത്, അതിന്റെ പാർട്സ് ആയിട്ടായിരിക്കും കിട്ടുക അല്ലെ. അപ്പൊ അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, എങ്ങനെ അതെല്ലാം കൂടി ജോയിൻ ചെയ്ത് ഓരോ ഭാഗവും ഇങ്ങനെ ആയിരിക്കണം, അത് ജോയിൻ ചെയ്തായിരിക്കണം ആ ഒരു ഉപകരണം ആ ഒരു ടോട്ടൽ രൂപത്തിലേക്ക് എത്തിക്കേണ്ടത് അല്ലെ. അതുപോലെ ഓരോ ഭാഗത്തെയും പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം, എങ്ങനെ ആളുകൾ അത് ഉപയോഗിക്കണം എന്നതിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ആ മാനുഫാക്ചേഴ്സ് മാനുവലിൽ ഉണ്ടാവും. ഇത് അതിന്റെ കൂടെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ടോ എന്നത് കൂടി അറിഞ്ഞുകൊണ്ടായിരിക്കണം ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാനും അത് സംഭരിക്കാനായിട്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അത് സെലക്ഷൻ ആൻഡ് പ്രൊക്യൂർമെന്റ് ഓഫ് എക്യുപ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഒരു പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ എന്താണ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങളും അധികാരങ്ങളും എന്തൊക്കെയാണ് നോക്കിയേ. ഫസ്റ്റ് പോയിന്റ്, authority to commit the funds of the hospital for the procurement of goods and services. എന്താണ് ഫസ്റ്റ് നമ്മൾ ഇവരുടെ ഒരു അധികാരം അല്ലെങ്കിൽ എന്തായിരിക്കും ആ ഒരു പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ അധികാരം എന്ന് പറയുന്നത്? ഫോർ ദ പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സും സർവീസസും എന്താണ് ആ ഒരു സ്ഥാപനം, ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് സംഭരിക്കുന്നതിന് അല്ലെങ്കിൽ ഓർഡർ കൊടുത്ത് പർച്ചേസ് ചെയ്ത് ഇവിടെ സ്റ്റോക്ക് ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമായ എല്ലാ ഫണ്ടുകളും അല്ലെ, ഹോസ്പിറ്റൽ ഫണ്ടുകളൊക്കെ നല്ല രീതിയിൽ നൽകാൻ അല്ലെങ്കിൽ വിനിയോഗിക്കാനുള്ള ഒരു അധികാരം ആർക്കായിരിക്കും ഉള്ളത്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലായിരിക്കും ഉള്ളത്. അപ്പൊ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനാണ് ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെ, പർച്ചേസ് ചെയ്യണം, അത് എന്ത് ചെയ്യണം, അത് ഹോസ്പിറ്റലിൽ സ്റ്റോക്ക് ചെയ്യണം അല്ലെ, പ്രൊക്യൂർമെന്റ് സംഭരണം നടത്തണം. അതിനു വേണ്ടിയുള്ള എല്ലാ ഫണ്ടുകളും ഹോസ്പിറ്റൽ ഫണ്ടുകളും വിനിയോഗിക്കാനുള്ള അധികാരം, നൽകാനുള്ള അധികാരം ഈ ആൾക്കാരിക്കും ഈ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനായിരിക്കും. രണ്ടാമതായി പറയുന്നത് റെസ്പോൺസിബിലിറ്റി ടു ഫുൾഫിൽ ദ നീഡ്സ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സ് വെൻ ജസ്റ്റിഫൈഡ്. എന്താണ് ന്യായമായ ആവശ്യങ്ങളാണെങ്കിൽ അല്ലെ, ഒരു ഡിപ്പാർട്ട്മെന്റ് ഒരു സാധനം ആവശ്യമാണ്, ഒരു മെറ്റീരിയൽ ആവശ്യമാണെന്ന് ആവശ്യപ്പെടുന്ന സമയത്ത് അതിന്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട്, അത് ന്യായമായിട്ടുള്ള ഒരു ആവശ്യമാണോ എന്നത് മനസ്സിലാക്കി അങ്ങനെ ന്യായമായിട്ടുള്ള ഒരു ആവശ്യമാണെങ്കിൽ അത് നിറവേറ്റി നൽകാനുള്ള ഒരു ഉത്തരവാദിത്തം ആർക്കുണ്ടായിരിക്കും? ഈ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കും. 2 പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് വന്ന് എന്താ പറഞ്ഞേ? ആശുപത്രിയില് ഒരു ഗുഡ്സ് ആൻഡ് സർവീസുകളുടെ പ്രൊക്യൂർമെന്റ് അല്ലെങ്കിൽ അത് സംഭരിച്ച ആശുപത്രിയിൽ സംഭരിച്ചു വെക്കാനായിട്ട് ആ ആശുപത്രിയുടെ ഫണ്ട് അല്ലെ, അതിന് പൈസ കൊടുക്കണേ നമ്മളൊരു സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് വാങ്ങണമെങ്കിൽ. അങ്ങനെയുള്ള ആ ഫണ്ട്, ആശുപത്രിയുടെ ഫണ്ട് ഇതിനായി ഉപയോഗിക്കാൻ അല്ലെങ്കിൽ നൽകാൻ അല്ലെങ്കിൽ വിനിയോഗിക്കാനുള്ള ഒരു അധികാരം ഈ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനായിരിക്കും. രണ്ടാമതായി പറഞ്ഞത് ന്യായമായിട്ടുള്ള ആവശ്യകതകളാണ് ഈ ഓരോ ഡിപ്പാർട്ട്മെന്റ് പറയുന്നതിന്. ന്യായമായിരിക്കണം, ആ സാധനം അവർക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിരിക്കണം. അത് അങ്ങനെയുള്ളൊരു ന്യായമായ ആവശ്യമാണ് ഓരോ ഡിപ്പാർട്ട്മെന്റും ഈ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പറയുന്നതെങ്കിൽ അങ്ങനെയുള്ള ന്യായമായ ആവശ്യങ്ങളെ നിറവേറ്റി നൽകാനുള്ള ഒരു ഉത്തരവാദിത്തം ഈ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ? ആ 2 പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ. Then next നോക്കി, responsibility for evaluation of specifications and if incomplete or incorrect has the authority to challenge specifications. എന്താണ് ഇവിടെ ഇതിന്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ എന്താണ്? ഇപ്പൊ നമ്മൾ ആ ഒരു സ്പെസിഫിക്കേഷൻസിനെ ഇവാലുവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ വിലയിരുത്തുക. എന്തായിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യാണ് പറയാണ് അല്ലെ, പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ഇവര് പറയുന്നുണ്ടാവും ഇന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഐറ്റംസ് അല്ലെ, ഇന്ന പ്രത്യേകമായിട്ടുള്ള ആ ഒരു ഐറ്റം ആയിരിക്കും ഇവർ പറയുന്നത് അല്ലെ, പ്രത്യേക ബ്രാൻഡിലുള്ള അല്ലെങ്കിൽ പ്രത്യേകം എന്തെങ്കിലും മറ്റെന്തെങ്കിലും പ്രത്യേകതകളുള്ള അല്ലെ, പ്രത്യേക ക്വാളിറ്റിയിലുള്ള നല്ല ബ്രാൻഡിലുള്ള അങ്ങനെയുള്ള പല സ്പെസിഫിക് ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും പർച്ചേസിങ്ങിന് വേണ്ടി നമ്മൾ ഓർഡർ കൊടുക്കുമ്പോൾ പറയുന്നത്. ഇനി അങ്ങനെ ഓർഡർ കൊടുത്ത ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള നമ്മൾ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഐറ്റം ചിലപ്പോൾ എന്താണ് അവർ ചിലപ്പോൾ ഇൻകംപ്ലീറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആയിട്ട് തെറ്റായിട്ടൊക്കെ ചിലപ്പോൾ അവർ എന്ത് ചെയ്യാം നമുക്ക് തരാം
അല്ലെ? പർച്ചേസ് ചെയ്ത് ഡെലിവറി ചെയ്യുന്ന സമയത്ത് ആ പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ നമുക്ക് ലഭ്യമാക്കുക, അല്ലെ? അങ്ങനെ തെറ്റായിട്ടുള്ള ഒരു ഐറ്റം ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നതെങ്കിൽ ഈ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ത് അധികാരമുണ്ടെന്നാ പറയുന്നേ? ടു ചാലഞ്ച് സ്പെസിഫിക്കേഷൻസ്. എന്താ? അവരെ സപ്ലൈസിനെയാണ് കേട്ടോ അവരെന്ത് ചെയ്യാം? ചോദ്യം ചെയ്യാനുള്ള ഒരു അധികാരം ആർക്കുണ്ടായിരിക്കും? ആർക്കാണ് ആ അധികാരം ഉണ്ടായിരിക്കുക? ഈ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനായിരിക്കും. കാരണം പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് കീഴിലാണ് നമ്മൾ ഈ ഒരു പർച്ചേസിംഗ് എന്ന് പറഞ്ഞ പ്രൊസീജിയർ നടത്തുന്നത്, അല്ലെ? അപ്പൊ അവിടെ നമ്മൾ ഓർഡർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കണം നമുക്ക് വേണ്ടത്, ഇത്ര ക്വാളിറ്റിയിലായിരിക്കണം, ഇന്ന ക്വാണ്ടിറ്റിയിൽ ഇന്ന ബ്രാൻഡിലുള്ള ഐറ്റം ആയിരിക്കണം വേണ്ടതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ അവർ ഡെലിവറി ചെയ്യുന്ന സമയത്ത്, സപ്ലൈസ് ഡെലിവറി ചെയ്യുന്ന സമയത്ത് അത് തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ കൃത്യമല്ലാത്ത രീതിയിൽ അവർ ഡെലിവർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആ സ്പെസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട വിലയിരുത്തൽ നടത്തി അവർക്കെതിരെ ചോദ്യം ചെയ്യാനായിട്ടുള്ള ഒരു അധികാരം ഈ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് ഉണ്ടായിരിക്കും. മൂന്നാമതായി നെക്സ്റ്റ് വരുന്നത് responsibility to interview all vendor representatives and arrange for bidding or negotiation for goods and services. ഇനി എന്താണ് മറ്റൊരു ഉത്തരവാദിത്തം? നമ്മുടെ വെണ്ടർ റെപ്രസെന്റേറ്റീവ്സ്, കച്ചവടക്കാരിലെ അവരുടെ പ്രതിനിധികൾ, അല്ലെ? കച്ചവടക്കാരിൽ നിന്ന് വരുന്ന പ്രതിനിധികളുമായിട്ട് ഇന്റർവ്യൂസ് നടത്തുക, അതുപോലെ ഗുഡ്സ് ആൻഡ് സർവീസസുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്താനും ലേലങ്ങൾ സംഘടിപ്പിക്കാനും ഇന്റർവ്യൂസ് ഒക്കെ കണ്ടക്ട് ചെയ്യാനും ഇതൊക്കെ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ടുള്ളൊരു ഉത്തരവാദിത്വം പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനായിരിക്കും. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് ആണ് ടു ഗെറ്റ് കറക്റ്റ് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി അറ്റ് ദ എക്കണോമിക്കൽ പ്രൈസ് ടു സപ്ലൈ മെറ്റീരിയൽസ് ആസ് നീഡഡ് ഫോർ ദ വേരിയസ് ഡിപ്പാർട്ട്മെന്റ്. ഇനി കൃത്യമായിട്ടുള്ള ശരിയായ ക്വാളിറ്റിയിലും ശരിയായ ക്വാണ്ടിറ്റിയിലും, അല്ലെ? അളവിലും അതുപോലെ സാമ്പത്തികമായ വിലയിലും ശരിയായ വിലയിലും സാധനങ്ങൾ മെറ്റീരിയൽസ് ആവശ്യമുള്ള അതാത് ഡിപ്പാർട്ട്മെന്റുകൾക്ക് സപ്ലൈ ചെയ്യുക എന്നുള്ളതും ആരുടെ റെസ്പോൺസിബിലിറ്റി വരുന്നതാണ്? ഒരു പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി വരുന്നതാണ്. ലാസ്റ്റ് പറഞ്ഞ 3 പോയിന്റ്സ് ഒന്ന് ശ്രദ്ധിച്ചേ. ഫസ്റ്റ് വൺ എന്താ പറഞ്ഞേ? സ്പെസിഫിക്കേഷൻസ്, അല്ലെ? അത് വിലയിരുത്തുകയാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. നമ്മൾ ഓർഡർ കൊടുക്കുന്ന സപ്ലൈസിന് ഓർഡർ കൊടുക്കുമ്പോൾ നമ്മൾ ഓൾറെഡി സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് ഇന്ന ബ്രാഞ്ചില് ഇന്ന ഐറ്റംസ് ഇന്ന ക്വാളിറ്റിയിൽ ഇത്ര ക്വാണ്ടിറ്റി വേണം എന്ന് പറഞ്ഞാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത്, അല്ലെ? അതേസമയം അവർ കൊണ്ടുവന്ന് ഡെലിവർ ചെയ്യുന്ന സമയത്ത് അത് അപൂർണമായതോ അല്ലെങ്കിൽ കറക്റ്റ് തെറ്റായ രീതിയിലാണ് അവർ കൊണ്ടുവന്ന് തരുന്നതെങ്കിൽ അതിന് സ്പെസിഫിക്കേഷനിൽ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഈ പറയുന്ന പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് എന്ത് അധികാരമുണ്ട്? അവരെ അതിന്റെ പേരിൽ ചോദ്യം ചെയ്യാനുള്ള ഒരു അധികാരമുണ്ടായി. രണ്ടാമതായി പറഞ്ഞത് കച്ചവടക്കാരിൽ നിന്ന് വരുന്ന പ്രതിനിധികളുമായിട്ട് ഇന്റർവ്യൂകൾ നടത്താം, ലേലങ്ങൾ നടത്താം, അതുപോലെ ഗുഡ്സ് ആൻഡ് സർവീസുമായി ബന്ധപ്പെട്ട് നെഗോഷിയേഷൻ ചർച്ചകൾ നടത്താനുള്ള ഉത്തരവാദിത്തം ഒരു പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനാണ്. ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ്, പല ഡിപ്പാർട്ട്മെന്റുകളുടെയും ആവശ്യങ്ങൾക്കനുസരിച്ച് കൃത്യമായ ക്വാളിറ്റിയില് കൃത്യമായ ക്വാണ്ടിറ്റിയില് ശരിയായ ന്യായമായ വിലയിലും സാധനങ്ങൾ സപ്ലൈ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഈ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനായിരിക്കും. ക്ലിയർ ആണോ? ആ ഒരു പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ഒക്കെ ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പർച്ചേസിംഗ് മാനേജർ. ഒരു പർച്ചേസിംഗ് മാനേജറുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കുന്നത്. നോക്കി, ദ പേഴ്സൺ ദാറ്റ് നോർമലി റൺസ് ദ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഈസ് കോൾഡ് ദ പർച്ചേസിംഗ് മാനേജർ. ഒരാളുണ്ട് കേട്ടോ അവിടെ, മാനേജർ മാത്രമേ ഉള്ളൂ, മാനേജർ എന്നാണ് കേട്ടോ. നോക്കി, ആരാണ് ഒരു പർച്ചേസിംഗ് മാനേജർ എന്ന് പറയുന്നത്? ആ ഒരു പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ പ്രവർത്തനങ്ങളും സാധാരണയായി നടത്തുന്ന ഒരു വ്യക്തിയാണ് ആരെന്ന് പറഞ്ഞ പർച്ചേസിംഗ് മാനേജർ, അല്ലെ? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ പ്രവർത്തനങ്ങളും സാധാരണ രീതിയിൽ നടത്തുന്ന ഒരു വ്യക്തിയാണ് പർച്ചേസിംഗ് മാനേജർ എന്ന് പറയുന്നത്. ഇനി പർച്ചേസിംഗ് ജോബ് ഡിസ്ക്രിപ്ഷൻ ഈസ് സ്ട്രാറ്റജിക് ഇൻ നേച്ചർ ആൻഡ് യൂഷ്വലി കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. ഈ ഒരു പർച്ചേസിംഗ് എന്ന് പറയുന്ന ഒരു തൊഴിൽ, അല്ലെ? ഒരു പർച്ചേസ് ചെയ്ത് വാങ്ങുക എന്നുള്ള ഒരു തൊഴിൽ എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് നേച്ചർ ആണ്. എന്താണ്? തന്ത്രപരമായ ഒരു സ്വഭാവമാണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു തന്ത്രപരമായ സ്വഭാവം എന്ന് പറയുന്നത്? ഒരു പർച്ചേസിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ബാർഗെയിൻ ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെ? മറ്റുള്ളവരുമായി ലേലം വിളിക്കേണ്ടതായിട്ട് വരും, മറ്റുള്ളവരുമായിട്ട് ചർച്ചകൾ നടത്തേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ അതൊരു സ്ട്രാറ്റജിക് നേച്ചർ അല്ലെങ്കിൽ ഒരു തന്ത്രപരമായ ഒരു സ്വഭാവമുള്ള ഒരു ജോലിയാണെന്ന് പറയാം.
പറ്റും. ഇനി എന്തൊക്കെയാണ് ഒരു പർച്ചേസിംഗ് മാനേജറുടെ പ്രധാന ജോബ് ഡിസ്ക്രിപ്ഷൻസ് ആണ് താഴെ പറയുന്നത്. നോക്കി, maintaining the purchasing policy and ensuring that all purchasers stick to it. ഇനി എന്താ, പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട പോളിസികൾ നന്നായി നിലനിർത്തുകയും ഈ പോളിസികൾ പ്രകാരമാണോ, ഈ പർച്ചേസിംഗ് പോളിസികൾ പ്രകാരമാണോ എല്ലാ പർച്ചേസിംഗും നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഇതാണ് ഒന്നാമത് പറയുന്നത്. മെയിൻറ്റെയിനിങ് ദ പർച്ചേസിംഗ് പോളിസി. പർച്ചേസിംഗ് പോളിസികൾ, പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട നയങ്ങൾ അല്ലെങ്കിൽ പോളിസികളെല്ലാം കൃത്യമായി രൂപപ്പെടുത്തി നിലനിർത്തുകയും ഈ പർച്ചേസിംഗ് പോളിസിക്ക് അനുസരിച്ചാണോ ഓരോ പർച്ചേസുകളും നടക്കുന്നത് എന്ന് കൂടി ഉറപ്പുവരുത്തുക. രണ്ടാമതായി, ചൂസിംഗ് ദ സപ്ലയേഴ്സ് ദാറ്റ് ദ കമ്പനി വിൽ ഡീൽ വിത്ത് ആൻഡ് കീപ് ദ ലീഗൽ ഇന്ററാക്ഷൻ വിത്ത് ദം. എന്താ, ആ ഒരു സപ്ലയേഴ്സ് അല്ലെ, നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചിരുന്നു. നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ചില വെൻഡേഴ്സ് ഉണ്ട് അല്ലെ, കച്ചവടക്കാരുണ്ട് അല്ല, ഒരു അംഗീകരിക്കപ്പെട്ട അല്ലെങ്കിൽ അംഗീകൃത കച്ചവടക്കാരുടെ ലിസ്റ്റ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? പഠിച്ചിരുന്നോ? ഒരു ഹോസ്പിറ്റലിൽ തന്നെ അവിടെ കച്ചവടക്കാർ അല്ലെങ്കിൽ സപ്ലയേഴ്സ് എന്ന് പറയുന്ന ഒരു അംഗീകൃത ലിസ്റ്റ് ഉണ്ട് അല്ലെ. അവർക്കും വിശ്വസ്തരായിട്ടുള്ള കുറെ സപ്ലയേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ അവരുമായിട്ടുള്ള ഡീലിങ്സുകൾ അതാണ് ഇവിടെ പറയുന്നത്. Then choosing the suppliers that the company എന്ന് ഉദ്ദേശിക്കുന്ന ആ ഒരു സ്ഥാപനം അല്ലെ will deal with അല്ലെ, ആ സപ്ലയേഴ്സുമായി കമ്പനി അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം ഡീൽ ചെയ്യുന്ന സപ്ലയേഴ്സ് ആരൊക്കെയാണ്, അവരെ ചൂസ് ചെയ്ത് അവരുമായിട്ട് നല്ലൊരു ലീഗൽ ഇന്ററാക്ഷൻ, എന്താ, നിയമപരമായ ഇടപെടലുകൾ നടത്താനുള്ള ഒരു ഉത്തരവാദിത്വം ആർക്കായിരിക്കും? പർച്ചേസിംഗ് മാനേജർക്കായിരിക്കും. മൂന്നാമതായിട്ട്, മാനേജിങ് എനി SLAs. എന്താണ് SLAs? സർവീസ് ലെവൽ എഗ്രിമെന്റ് അല്ലെ. എന്താണ് സർവീസ് ലെവൽ എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ഗ്യാരണ്ടി അല്ലെ, വാറണ്ടി പീരീഡ് പോലെയുള്ള പേപ്പറുകൾ കിട്ടാറില്ലേ? നമ്മൾ സൈൻ ചെയ്ത് വെക്കാറില്ലേ? അത് കിട്ടാറില്ലേ? നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട ഗ്യാരണ്ടികള്, വാറണ്ടി പേപ്പേഴ്സ് ഒക്കെ കിട്ടാറില്ലേ? അതാണ് ഇവിടുത്തെ SLA എന്ന് ഉദ്ദേശിക്കുന്നത്. സർവീസ് ലെവൽ എഗ്രിമെന്റ് ആണത്. ഇനി that may be in place and managing any master agreement. മാസ്റ്റർ എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, സപ്ലയേഴ്സുമായിട്ട് നമ്മുടെ ഈ സ്ഥാപനം ഈ കമ്പനി വെക്കുന്ന ഒരു മാസ്റ്റർ എഗ്രിമെന്റ്, വലിയൊരു കരാർ ഉണ്ടാവും അല്ലെ. ഈ ഒരു SLA അല്ലെങ്കിൽ സർവീസ് ലെവൽ എഗ്രിമെന്റ് അല്ലാതെ കൂടാതെ ഉണ്ടാവില്ലേ വലിയ രീതിയിൽ ഒരു കോൺട്രാക്ട് വെക്കില്ലേ അവരുമായിട്ട്? ഈ സാധനം പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള കോൺട്രാക്റ്റുകളിൽ ഒപ്പിടും അല്ലെ. അതാണ് മാസ്റ്റർ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അത് ആരൊക്കെ തമ്മിലാണ് ഇത് ചെയ്യുന്നത്? ആ സപ്ലയേഴ്സും ആ വാങ്ങുന്ന സ്ഥാപനവും തമ്മിലാണ് ഈ പറയുന്ന എഗ്രിമെന്റുകൾ. ഒരു ഉപകരണം വാങ്ങിയാൽ അതിന്റെ സർവീസ് ലെവലിലുള്ള എഗ്രിമെന്റുകളാണ് ഗ്യാരണ്ടി കാർഡ്, വാറണ്ടി കാർഡ് മുതലായ എഗ്രിമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി അതല്ലാതെ ഈ സ്ഥാപനവുമായ സപ്ലയേഴ്സും തമ്മിൽ ഒരു വലിയ രീതിയിലുള്ള കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ടാവും അല്ലെ. അതാണ് അവരുടെ മാസ്റ്റർ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവയെല്ലാം കൃത്യമായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഒരു പർച്ചേസിംഗ് മാനേജറുടെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് നോക്കിയേ, സ്റ്റാഫ് റിക്രൂട്ട്മെന്റ്, ട്രെയിനിങ് ആൻഡ് മാനേജ്മെന്റ്. ഈ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന ഓരോ സ്റ്റാഫുകളെയും നിയമിക്കുകയും അവർക്ക് ആവശ്യമായ ട്രെയിനിങ്ങുകൾ അല്ലെങ്കിൽ പരിശീലനം കൊടുക്കുകയും അവരുടെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുകയും ചെയ്യുക. ദെൻ കൊളാബറേഷൻ വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ്, മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായി സഹകരിക്കുക. എസ്പെഷ്യലി പ്രധാനമായി എവിടെയാണ്? അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റ്, ദെൻ മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റ് മുതലായ ഡിപ്പാർട്ട്മെന്റുകളോടൊക്കെ നല്ല രീതിയിൽ സഹകരിച്ച് മുന്നോട്ട് പോകുക. And budgeting, costing and cost saving after analyzing the management information available. അതുപോലെ ഒരു പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട് നമുക്ക് ബഡ്ജറ്റുകൾ തയ്യാറാക്കേണ്ടതായിട്ട് വരും അല്ലെ. അതുപോലെ കോസ്റ്റിംഗ്, ചിലവ് എത്ര വരുമെന്ന് കണക്കാക്കേണ്ടതായിട്ട് വരും. അതുപോലെ കോസ്റ്റ് സേവിംഗ്, ചിലരെങ്ങനെ കുറയ്ക്കാൻ പറ്റുമെന്ന മാർഗങ്ങൾ നോക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ മാനേജ്മെന്റിൽ നിന്ന് ലഭിക്കുന്ന ഇൻഫർമേഷൻസിനെ, അതിന് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസിനെ അടിസ്ഥാനമാക്കി അത് വിശകലനം ചെയ്ത് ബഡ്ജറ്റുകൾ തയ്യാറാക്കുക. കോസ്റ്റിംഗ്, ചിലവ് എങ്ങനെയായിരിക്കും എന്ന് തീരുമാനിക്കുക. അതുപോലെ എങ്ങനെ ചിലവ് കുറയ്ക്കാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക,
കണ്ടെത്തുക. നെക്സ്റ്റ് ആണ് ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ അതാണ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ക്വാളിറ്റി ആൻഡ് അതർ ലീഗൽ നീഡ്സ്. ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ ആ വരുന്ന സാധനം എങ്ങനെയാണ്, നല്ല ഹെൽത്ത് ആൻഡ് സേഫ് ആണോ, സേഫ്റ്റിയിലാണോ ആ ഒരു സാധനം വർക്ക് ചെയ്യുക, അതുപോലെ തന്നെ ക്വാളിറ്റി എങ്ങനെയുണ്ടാവും, അതുപോലെ ആ ഒരു മെഷീൻ അല്ലെങ്കിൽ ആ ഒരു എക്യുപ്മെന്റിന്റെ അതുമായിട്ട് വല്ല ലീഗൽ നീഡ്സ് ആവശ്യമായിട്ട്, ലീഗൽ പരമായിട്ട് എന്തെങ്കിലും ആവശ്യം, ചിലപ്പോൾ വല്ല കോൺട്രാക്ട്സോ കാര്യങ്ങളോ ഒക്കെ ലീഗലി വേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള ലീഗൽ ആയിട്ടുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾ അതിനുണ്ടോ അല്ലെ? അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ആരാണത് നോക്കി നടത്തേണ്ടത്, ആരുടെ ഡ്യൂട്ടിയാണ്? ഒരു പർച്ചേസിംഗ് മാനേജർ ആണ് അത് നോക്കേണ്ടത്. നെക്സ്റ്റ് ആണ് ഓവർസീയിങ് എനി ലാർജ് പ്രൊക്യൂർമെന്റ് ദാറ്റ് മേ ഹാപ്പൻ. ഇനി എന്തെങ്കിലും ഒരു വലിയ രീതിയിലുള്ള സംഭരണം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ബൾക്ക് പർച്ചേസിംഗിലൂടെയാണ് നമുക്കത് സംഭരിക്കാൻ പറ്റുക അല്ലെ? അപ്പൊ അങ്ങനെ നല്ലൊരു വലിയ രീതിയിലുള്ള ഒരു പർച്ചേസിംഗോ കാര്യങ്ങളോ വന്നാൽ അതിന്റെ മൊത്തത്തിലുള്ള എല്ലാ മേൽനോട്ടങ്ങളും വഹിക്കേണ്ടത് ഒരു പർച്ചേസ് മാനേജർ ജോലിയാണ്. ലാസ്റ്റ് വരുന്നതാണ് ലേസൺ. ലേസൺ കമ്മ്യൂണിക്കേഷൻ ഓർ കോപ്പറേഷൻ വിച്ച് മേക്സ് ഈസി ഫോർ എ ക്ലോസ് വർക്കിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പീപ്പിൾ അല്ലെ? ആളുകളുമായി നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്ന ആളാണ് ലേസൺ എന്ന് പറയുന്നത്. ഇതിലൂടെയാണ് നമുക്ക് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. നല്ല കമ്മ്യൂണിക്കേഷനിലൂടെ അല്ലെങ്കിൽ നല്ല ആശയവിനിമയത്തിലൂടെ ഉണ്ടാക്കാൻ പറ്റും. നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്ത് സഹകരണ മനോഭാവത്തോടു കൂടി നിന്നാല് നമുക്ക് അവിടെ പറയുന്ന ഈ ആളുകളോട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്ന ഒരു വ്യക്തി കൂടിയായിരിക്കണം ആരെന്ന് പറയുന്നത്, ഈ പർച്ചേസിംഗ് മാനേജർ എന്ന് പറയുന്നത്. എന്തൊക്കെയായിരുന്നു അവരുടെ ഡ്യൂട്ടി പറഞ്ഞേ? ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്? പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട പോളിസികൾ രൂപീകരിക്കുകയും അത് നിലനിർത്തുകയും ചെയ്യുക. കൂടാതെ ഈ പർച്ചേസിംഗ് പോളിസിക്ക് അനുസരിച്ചാണോ അവിടെ ഓരോ പർച്ചേസിംഗും നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. രണ്ടാമതായി പറഞ്ഞത് ഈ കമ്പനി അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം ഡീല് ചെയ്യുന്ന അല്ലെ ഒത്തിരി പേര്, ഒത്തിരി സപ്ലയേഴ്സ് ഉണ്ട് അല്ലെ? അപ്പൊ അവരോടൊക്കെ നല്ല രീതിയിലുള്ള ലീഗൽ ഇന്ററാക്ഷൻ ആയിരിക്കും, നിയമപരമായ ഇടപെടലുകൾ നടത്തുക. മൂന്നാമതായി പറഞ്ഞത് ആ എക്യുപ്മെന്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സർവീസ് ലെവൽ എഗ്രിമെന്റ്, അതായത് ഗ്യാരണ്ടി, വാറന്റി മുതലായ അങ്ങനെയുള്ള സർവീസ് ലെവൽ എഗ്രിമെന്റുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ മാസ്റ്റർ എഗ്രിമെന്റ് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു കോൺട്രാക്ട് അവരുമായിട്ട് നമ്മൾ ഓൾറെഡി പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട് വെച്ചിട്ടുണ്ടാവും. ഇവയുടെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് ഒരു പർച്ചേസിംഗ് മാനേജറാണ്. ദെൻ അവിടെ വരുന്ന ഓരോ ജീവനക്കാരും ഈ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന ജീവനക്കാരെ നിയമിക്കുക, അവർക്ക് ആവശ്യമായ പരിശീലനങ്ങൾ കൊടുക്കുക, എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുക. ദെൻ മറ്റു ഡിപ്പാർട്ട്മെന്റുകൾ എസ്പെഷ്യലി അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റ്, മാനുഫാക്ചറിംഗ് ആൻഡ് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റുകളോടൊക്കെ നല്ല രീതിയിൽ സഹകരിച്ച് മുന്നോട്ട് പോകുക. ദെൻ എന്താ ആ ഒരു മാനേജ്മെന്റിൽ നിന്നും ലഭിക്കുന്ന ഇൻഫർമേഷൻസിനെ അടിസ്ഥാനമാക്കി അത് വിശകലനം ചെയ്ത് പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട ബഡ്ജറ്റുകൾ തയ്യാറാക്കുക. ദെൻ ചിലവുകൾ എങ്ങനെയാണെന്ന് വിലയിരുത്തുക, അതുപോലെ കോസ്റ്റ് സേവിംഗ്, ചിലവ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, കണ്ടെത്തുക. ദെൻ നെക്സ്റ്റ് എന്താണ്, ഒരു ഉപകരണം പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആ ഒരു എക്യുപ്മെന്റിന്റെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എങ്ങനെയാണ്, ക്വാളിറ്റി എങ്ങനെയാണ്, എന്തെങ്കിലും ലീഗൽ പരമായിട്ടുള്ള ആവശ്യങ്ങളുണ്ട് അല്ലെങ്കിൽ കോൺട്രാക്ട്സോ കാര്യങ്ങളോ വെക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാക്കുക. ദെൻ എന്തെങ്കിലും ഒരു ലാർജ് പ്രൊക്യൂർമെന്റ്, വലിയ രീതിയിലുള്ള ഒരു സംഭരണം അല്ലെങ്കിൽ പർച്ചേസിംഗ് നടക്കുമ്പോൾ അതിനാവശ്യമായ എല്ലാ കാര്യങ്ങളുടെയും മേൽനോട്ടം വഹിക്കേണ്ടത് ഒരു പർച്ചേസിംഗ് മാനേജറാണ്. ലാസ്റ്റ് പറയാൻ നല്ലൊരു കമ്മ്യൂണിക്കേഷനിലൂടെ, നല്ല രീതിയിലുള്ള ഒരു കോപ്പറേഷനിലൂടെ നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് മറ്റുള്ളവരുമായി ഉണ്ടാക്കിയെടുക്കുക. ക്ലിയർ ആണോ പർച്ചേസിംഗ് മാനേജറുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ? ക്ലിയർ ആണോ? ഓക്കെ. Then next വരുന്നതാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പർച്ചേസിംഗ് ക്ലർക്സ് ഓർ അസിസ്റ്റന്റ്സ്. എന്തായിരിക്കും നോക്കി, ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പർച്ചേസിംഗ് ക്ലർക്സ് ഓർ അസിസ്റ്റന്റിനെയാണ് കേട്ടോ. നോക്കി, ദ പർച്ചേസിംഗ് ക്ലർക്സ് അണ്ടർടേക്ക് ഡേ ടു ഡേ വർക്ക് അല്ലെ? അവരൊരു ദൈനംദിന, അതായത് ആ ഒരു പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ദിവസേനയുള്ള ജോലികൾ ചെയ്യുന്നവരാണ് പർച്ചേസിംഗ് ക്ലർക്കുകൾ എന്ന് പറയുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ജോലികൾ എന്തൊക്കെയാന്ന് നോക്കി, കളക്ട് ആൻഡ് മെർജ് പർച്ചേസ് ഓർഡേഴ്സ് ആൻഡ് പർച്ചേസ് റിക്വസിഷൻസ് so as to order materials, goods and supplies. എന്താണ് ചെയ്യുന്നത്, അവര് പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട ഓർഡറുകള്, പർച്ചേസിംഗ് അതായത് യൂസർ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വരുന്ന പർച്ചേസിംഗിന് വേണ്ടിയിട്ടുള്ള റിക്വസിഷൻസ് അല്ലെ, ഇതെല്ലാം കളക്ട് ചെയ്ത് മെർജ് ചെയ്ത് ഒരുമിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് ഏതൊക്കെ മെറ്റീരിയൽസ്, ഏതൊക്കെ ഗുഡ്സ്, ഏതൊക്കെ സപ്ലൈസ് ഒക്കെ ഓർഡർ ചെയ്യണം എന്ന് മനസ്സിലാക്കുന്നു. രണ്ടാമതായിട്ട് ആ കൃത്യമായിട്ടുള്ള ഏതൊക്കെ സാധനങ്ങൾ വേണം, ഏതൊക്കെ മെറ്റീരിയൽസ്, ഗുഡ്സ്, സപ്ലൈസ് ആണ് ഓരോരോ യൂസർ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടത് എന്ന് മനസ്സിലാക്കി ഡെലിവർ ദം ടു ദ സപ്ലയർ. ആ ഓർഡർ എന്ത് ചെയ്യുന്നു, സപ്ലയേഴ്സ് ഡെലിവർ ചെയ്ത് കൊടുക്കും.
Then മൂന്നാമതായി പറയുന്നത് റിഫ്രഷ് സ്റ്റോക്ക് ആൻഡ് ഓർഡർ ആസ് റിക്വയർഡ്. എന്താ ആ ഒരു ഓർഡർ എന്താണ് സ്റ്റോക്ക് ലെവൽ എന്ത് ചെയ്യുന്നു, റിഫ്രഷ് ചെയ്യുന്നു അല്ലെങ്കിൽ പുതുക്കി നൽകുന്നു. സ്റ്റോക്ക് എന്ത് ചെയ്യും, ഒന്നും കൂടി ചെക്ക് ചെയ്യും. സ്റ്റോക്ക് ലെവൽ ഒന്നും കൂടി ചെക്ക് ചെയ്ത് എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും സാധനങ്ങൾ ആവശ്യമായി വരികയാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് ഒന്നും കൂടി എന്ത് ചെയ്യും, പുതുക്കി ആ ഓർഡർ പുതുക്കി നൽകും. Then communicate with the suppliers. Suppliers എന്നാണ് കേട്ടോ അവിടെ. Suppliers on a daily basis. ദിവസേന സപ്ലയേഴ്സുമായിട്ട് എന്ത് ചെയ്യുന്നു, കമ്മ്യൂണിക്കേഷൻസ് നടത്തുന്നു. അല്ലെ, നമ്മൾ ആ കമ്മ്യൂണിക്കേഷൻസ് നടന്നില്ലെങ്കിൽ എന്താണ്, അവര് ചിലപ്പോൾ നമുക്ക് പറഞ്ഞ സമയത്തിനൊന്നും സാധനം തന്നില്ല വരും. എപ്പോഴും എന്ത് ചെയ്യുക, ഡെയിലി ബേസിസിൽ ദിവസേന തന്നെ എന്ത് ചെയ്യുക, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മുടെ സാധനങ്ങൾ ഇന്ന ഓർഡർ പറഞ്ഞിട്ടുണ്ട്, എന്നത്തേക്ക് വരും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അന്വേഷിക്കുക. Then scrutinize deliveries against the orders. സ്ക്രൂട്ടിനൈസ് ചെയ്യുന്ന എന്താ, സൂക്ഷ്മ പരിശോധനകൾ നടത്തുക. അല്ലെ, ഇവിടെ സൂക്ഷ്മ പരിശോധനകൾ നടത്തുന്നത് എന്താ, ഡെലിവറീസ് എഗെയിൻസ്റ്റ് ദ ഓർഡേഴ്സ്. ഓർഡർ ചെയ്ത് നമുക്ക് ഡെലിവറി ചെയ്യാൻ പോകുന്ന സാധനങ്ങളില്ലേ, നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ട് അത് സൂക്ഷ്മ പരിശോധന നടത്തുന്നതിന് പകരം എന്ത് ചെയ്യുക, നമ്മൾ കൊടുത്തിരിക്കുന്ന ഓർഡർ കൃത്യമാണോ, നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഓർഡർ നമ്മൾ കൊടുത്തിട്ടുണ്ടോ, ഇനി അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടോ എന്നൊക്കെ ഒന്നും കൂടി സൂക്ഷ്മ പരിശോധനകൾ നടത്തുക. അതിനുശേഷം ട്രേസ് ദ സ്റ്റാറ്റസ് ഓഫ് എനി ഓർഡർ. ഓർഡർ എന്നാണ് കേട്ടോ അവിടെ, ഓർഡർ എന്നല്ല ഓർഡർ ആണ് കേട്ടോ. ട്രേസ് ദ സ്റ്റാറ്റസ് ഓഫ് എനി ഓർഡർ. നിങ്ങൾ ചെയ്യാറുണ്ടോ, ഓൺലൈനായിട്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ട് ആ സ്റ്റാറ്റസ് ട്രേസ് ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യാറില്ലേ, എവിടെ വരെ സാധനം എത്തി, അല്ലെ, എന്നത്തേക്ക് തിരിച്ചെത്തും എന്ന് നോക്കാറില്ലേ. അതുപോലെ തന്നെ ഇവിടെ ട്രേസ് ദ സ്റ്റാറ്റസ് ഓഫ് എനി ഓർഡർ. ഏതൊരു ഓർഡറിന്റെയും സ്റ്റാറ്റസ് എന്ത് ചെയ്യുക, ട്രാക്ക് ചെയ്യുക അല്ലെങ്കിൽ കണ്ടെത്തുക. നെക്സ്റ്റ് എന്താണ്, ഹാൻഡിൽ വിത്ത്. ഇനി പറയുന്ന സാധനം നമ്മൾ ആ ഓർഡർ കിട്ടി, നമുക്ക് ഓർഡർ കിട്ടി കഴിയുമ്പോൾ എന്താ കൈകാര്യം ചെയ്യുന്ന കാര്യം നോക്കേണ്ടത്, ഹാൻഡിൽ വിത്ത് നോൺ സപ്ലൈഡ് ഓർഡേഴ്സ്. ചില സാധനങ്ങൾ നമ്മൾ ഓർഡർ കൊടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അവർ വിതരണം ചെയ്തിട്ടുണ്ടാവില്ല. മനസ്സിലായോ, നോൺ സപ്ലൈഡ് ആണ്. അവർ ചിലപ്പോൾ നമുക്ക് ആ ഓർഡർ പ്രകാരം ആ ഒരു സാധനം ചിലപ്പോൾ നമുക്ക് തന്നിട്ടുണ്ടാവില്ല, വിതരണം ചെയ്തിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ അണ്ടർ ഓർഡേഴ്സ്, നമ്മൾ പറഞ്ഞിരിക്കുന്ന ഓർഡേഴ്സിന് കുറവായിരിക്കും തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഓവർ ഓർഡേഴ്സ്, ചിലപ്പോൾ ഓർഡറിൽ കൂടുതൽ അമിതമായിട്ട് ചിലപ്പോൾ സാധനങ്ങൾ തന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഡാമേജ്ഡ് ആയിട്ടുള്ളവയാവാം. അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നാൽ അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടത് ഈ ഒരു ആരാണ്, ക്ലർക്കാണ്, പർച്ചേസിംഗ് ക്ലർക്ക്. നെക്സ്റ്റ് ലാസ്റ്റ് 2 പോയിന്റ് നോക്കാം. മേക്ക് ഷുവർ ദാറ്റ് എനി ഇൻവോയ്സസ് ആർ സെൻഡ് ടു അക്കൗണ്ട്സ് ഫോർ പേയ്മെന്റ്. അതുപോലെ നമുക്ക് ഈ ഓർഡർ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്താ അവര് തരുന്നത്, ഇൻവോയ്സ് തരും. അല്ലെ, ഇൻവോയ്സുകൾ തരും. അല്ലെ, ആ ഒരു ഇൻവോയ്സ് എവിടേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പേയ്മെന്റിന് വേണ്ടി കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതും കൂടി ഉറപ്പുവരുത്തണം. ലാസ്റ്റ് വരുന്നതാണ് ജനറേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ഓൾ റിപ്പോർട്ട്സ്. പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട എല്ലാ റിപ്പോർട്ടുകളും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തുക. എന്തൊക്കെയാണ് ഒരു പർച്ചേസിംഗ് ക്ലർക്ക് അല്ലെങ്കിൽ അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്? ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞേ, പർച്ചേസിംഗ് ഓർഡറുമായി ഓർഡേഴ്സ്, ഈ പർച്ചേസിംഗ് റിക്വസിഷൻസ് അല്ലെ, അതാണ് യൂസർ ഡിപ്പാർട്ട്മെന്റിൽ കിട്ടുന്ന റിക്വസിഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, അതൊക്കെ കളക്ട് ചെയ്ത് മെർജ് ചെയ്ത് ഏതൊക്കെ സാധനങ്ങൾ മെറ്റീരിയൽസ് ആണോ, ഏതൊക്കെ ഗുഡ്സ് ആൻഡ് സപ്ലൈസ് ആണ് ആവശ്യമായി വരുന്നത്, ഓർഡർ ചെയ്യേണ്ടത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കും. രണ്ടാമതായി ഈ ഓർഡറുകൾ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് സപ്ലൈസിലേക്ക് ആ ഒരു ഓർഡർ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നു. മൂന്നാമതായി ആ ഒരു സ്റ്റോക്ക് ലെവലിൽ ആ ഒരു സ്റ്റോക്ക് നന്നായി റിഫ്രഷ് ചെയ്ത് അല്ലെങ്കിൽ പുതുക്കി എന്ത് ചെയ്യണം, ആ ഒരു പുതുമ നിലനിർത്തി റിഫ്രഷ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു സ്റ്റോക്കിൽ എന്തൊക്കെയാണ് ഇനി കുറവുള്ളത്, ഇനി എന്തൊക്കെ സാധനങ്ങളാണ് ഓർഡർ ചെയ്യേണ്ടത്, അല്ലെ, ഓർഡർ ചെയ്യാൻ ആവശ്യമായി വരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്, അല്ലെ, സ്റ്റോക്കിൽ കുറവുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും ഓർഡർ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ എന്ത് ചെയ്യുക, രണ്ടാമത് ഓർഡർ ചെയ്യുക. Then communicate with the suppliers on daily basis. ഡെയിലി ബേസിസിൽ ഈ പറയുന്ന സപ്ലയേഴ്സിനോട് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് ആ കിട്ടാനുള്ള സാധനങ്ങളെ കുറിച്ചും ഓർഡറുകളെ കുറിച്ചൊക്കെ സംസാരിക്കുക. അതുപോലെ നെക്സ്റ്റ് വരുന്നതാണ് സ്ക്രൂട്ടിനൈസ് ഡെലിവറീസ് എഗെയിൻസ്റ്റ് ദ ഓർഡേഴ്സ്. ആ ഓർഡേഴ്സ് കൊടുത്തിരിക്കുന്ന സാധനം ഡെലിവറി ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക,
ഒന്നുകൂടി സൂക്ഷ്മ പരിശോധനകൾ നടത്തി കൊടുത്തിരിക്കുന്ന ഓർഡർ കൃത്യമാണോ, നമ്മൾ പറഞ്ഞിരിക്കുന്ന ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ശരിയാണോ എന്നൊക്കെ ഒന്നും കൂടി സൂക്ഷ്മ പരിശോധന നൽകി എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് ആണ് ട്രേസ് ദ ഓർഡർ സ്റ്റാറ്റസ് ഓഫ് എനി ഓർഡർ. ആ ഓർഡറിന്റെ സ്റ്റാറ്റസ് ഇപ്പോഴെവിടെ എത്തി, അല്ലെ, എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് കിട്ടും എന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, ട്രേസ് ചെയ്യുക അല്ലെങ്കിൽ എന്താണ് കണ്ടെത്തുക. നെക്സ്റ്റ് ആണ് ഈ സാധനങ്ങൾ വന്നു കഴിയുമ്പോൾ അത് ചിലപ്പോൾ നമുക്ക് കൂടുതൽ എന്ത് ചെയ്യാം, നോൺ സപ്ലൈഡ് ഓർഡേഴ്സ് ആയിരിക്കും. ചിലപ്പോൾ നമുക്കത് തന്നിട്ടുണ്ടാവില്ല, അല്ലെ, ആ തരാത്തതാവാം, ചിലപ്പോൾ എന്താണ് വിതരണം ചെയ്യാത്തതാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഓർഡേഴ്സിൽ കുറവായിരിക്കും, നമ്മൾ കൊടുത്തിരിക്കുന്ന ഓർഡറിൽ കുറവായിരിക്കും കിട്ടിയിരിക്കുന്നത്, ചിലപ്പോൾ കൊടുത്തിരിക്കുന്ന ഓർഡറിൽ കൂടുതലായിരിക്കും സാധനങ്ങൾ കിട്ടിയിരിക്കുന്നത്, ചിലപ്പോൾ ഡാമേജ്ഡ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും കിട്ടിയിരിക്കുന്നത്. അതിനെല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് ഈ പർച്ചേസിംഗ് മാനേജർ അല്ലെങ്കിൽ പർച്ചേസിംഗ് ക്ലർക്ക് ആണ് ചെയ്യുന്നത്, അല്ലെ. നെക്സ്റ്റ് ആണ് മേക്ക് ഷുവർ ദാറ്റ് എനി ഇൻവോയ്സസ്, പർച്ചേസിംഗ് ഓർഡർ കിട്ടി നമ്മൾ ഡെലിവറി ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ഇൻവോയ്സുകൾ കിട്ടും. ആ കിട്ടിയ ഇൻവോയ്സുകൾ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയച്ച് അത് പേയ്മെന്റുകൾ ശരിയായ രീതിയിൽ നടത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും വേണം. ദെൻ ലാസ്റ്റ് വരുന്നത് ജനറേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ഓൾ റിപ്പോർട്ട്സ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ റിപ്പോർട്ടുകളും എഴുതി തയ്യാറാക്കുകയും അത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുക. ക്ലിയർ ആണോ? അത് അവരുടെ ഡ്യൂട്ടീസ് ക്ലിയർ ആയോ? ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പർച്ചേസിംഗ് ക്ലർക്ക് ഓർ അസിസ്റ്റന്റ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റോക്ക് കൺട്രോൾ. അപ്പൊ നമ്മൾ ഇത്രയും ഒരു പർച്ചേസിംഗുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്, അല്ലെ. ഇനി നമ്മൾ ഒരു സ്റ്റോറുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പോവുകയാണ്. രണ്ടാമത്തെ ഒരു വിഭാഗത്തിലേക്ക് കടക്കാണ് നമ്മൾ സ്റ്റോക്ക് അല്ലെങ്കിൽ സ്റ്റോറുമായി ബന്ധപ്പെട്ട കാര്യം. നോക്കി, സ്റ്റോക്ക് കൺട്രോൾ, ഇൻവെന്ററി കൺട്രോൾ അല്ലെങ്കിൽ സ്റ്റോക്ക് കൺട്രോളിന്റെ മറ്റൊരു പേരാണ് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. എന്താണ് ഒരു സ്റ്റോക്ക് കൺട്രോൾ അല്ലെങ്കിൽ ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്? എന്തിനായിരിക്കും അങ്ങനെ സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത്? എന്തിനായിരിക്കും? നമ്മുടെ വീടുകളിലാണെങ്കിലും നമ്മൾ ചിലപ്പോ കുറെ സാധനം സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി നമ്മൾ ഒരുപാട് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കുറെ സാധനങ്ങൾ, അല്ലെ. അത് നമ്മൾ എപ്പോഴാണ് കൺട്രോൾ ചെയ്യാറ്? ആവശ്യത്തിന് എടുക്കാൻ, അതുപോലെ തന്നെ ചിലവ് ചുരുക്കാൻ, അല്ലെ. നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് കൂടുതലും അങ്ങനത്തെ കാര്യങ്ങൾക്കല്ലേ. നമുക്ക് നമ്മളെപ്പോഴും എന്താ, ചിലവ് ചുരുക്കുക, അല്ലെ. കൺട്രോൾ ചെയ്യുന്നതിലൂടെ നമുക്ക് അതിനു വേണ്ടി ചിലവാകുന്ന തുക കുറയ്ക്കണം, അതല്ലേ വേണ്ടത്, അല്ലെ. ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ച് ആ സ്റ്റോക്ക് ലെവൽ അവിടെ നിയന്ത്രിച്ചു കൊണ്ടുവരാണെങ്കിൽ നമുക്ക് ചെലവ് ചുരുക്കാൻ പറ്റും, അല്ലെ. പിന്നെയും പിന്നെയും ഈ സാധനം വാങ്ങിക്കൂടുന്നതിന്റെ ആ ഒരു ചിലവ് കുറയ്ക്കാൻ പറ്റും, അല്ലെ. ഇവിടെയും ആ സ്റ്റോക്ക് കൺട്രോൾ അല്ലെങ്കിൽ ഇൻവെന്ററി കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത് എത്രത്തോളം നമുക്ക് സ്റ്റോക്ക് കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് എത്രത്തോളം ചിലവ് കുറയ്ക്കാൻ പറ്റും, അതാണ് കേട്ടോ. നോക്കി, what, when, how much to order, how much to store to make the purchasing and storage expense at minimum is called inventory control. എന്താണ് inventory control എന്ന് പറഞ്ഞാൽ? what, when, how much to order, എന്ത് സാധനം, അല്ലെ, എപ്പോൾ എത്രത്തോളം ഓർഡർ ചെയ്യണം, ആൻഡ് ഹൗ മച്ച് ടു സ്റ്റോർ, എത്രത്തോളം നമുക്ക് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്, ടു മേക്ക് ദ പർച്ചേസിംഗ് ആൻഡ് സ്റ്റോറേജ് എക്സ്പെൻസസ് അറ്റ് മിനിമം. എന്താക്കണം? അത് ഏത് സാധനമാണ്, എപ്പോഴാണ്, അല്ലെ, എത്രത്തോളം നമ്മൾ ഓർഡർ ചെയ്യണം, ഇനി എത്രത്തോളം നമ്മൾ ഓർഡർ ചെയ്ത് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എന്നതൊക്കെ എന്താണ് പ്രധാനമായിട്ടും എന്തിനാണ് അത് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത്? പർച്ചേസിംഗ് ആൻഡ് സ്റ്റോറേജ് എക്സ്പെൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സാധനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു ഐറ്റവുമായി ബന്ധപ്പെട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോ വരുന്ന ആ ഒരു എക്സ്പെൻസ് അല്ലെങ്കിൽ ചെലവെപ്പോഴും മിനിമം ആക്കുക, കുറയ്ക്കുക എന്നതാണ് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ഒരു സാധനം അത് ഏത് സാധനമാണ്, അത് എപ്പോഴും എവിടെയാണ് നമ്മൾ എത്രയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്, എത്രത്തോളം നമ്മൾ സ്റ്റോക്ക് ചെയ്യണം എന്നതിനെ നിയന്ത്രിക്കുകയാണ് അവിടെ ചെയ്യുന്നത്, അല്ലെ. അങ്ങനെ നിയന്ത്രിക്കുന്നതിലൂടെ ആ സാധനത്തിന്റെ പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട് സ്റ്റോറിങ്ങുമായി ബന്ധപ്പെട്ട് സ്റ്റോറേജുമായി ബന്ധപ്പെട്ട് വരുന്ന ചിലവുകളെ നമുക്ക് മിനിമം ആക്കാൻ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. അതാണ് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അത് എന്താണ് ഒരു ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്? എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ചിലവ് കുറയ്ക്കണം. നമ്മൾ ആ സാധനങ്ങളുടെ ആ ഒരു സ്റ്റോക്ക് കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് ചിലവാകുന്ന തുക ചിലവ് കുറയ്ക്കാൻ, എക്സ്പെൻസ് മിനിമം ആക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. നോക്കി,
It is a device of management which is used to sustain an economic investment in materials and products for the objective of obtaining a maximum financial return. ഇവിടെ നമ്മൾ ഒരു സ്റ്റോക്ക് കൺട്രോൾ അല്ലെങ്കിൽ ഇൻവെന്ററി കൺട്രോൾ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയാ? നമുക്ക് പരമാവധി മാക്സിമം ഫിനാൻഷ്യൽ റിട്ടേൺ ആണ് പറയുന്നത് അല്ലെ, പരമാവധി സാമ്പത്തിക നേട്ടം നേടുക അല്ലെ, അന്ന ലക്ഷ്യമാണ് ഇവിടെ ഉള്ളത് അല്ലെ. നമുക്ക് ആ ഒരു എക്സ്പെൻസ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ പരമാവധി നമുക്ക് ആ ഒരു നേട്ടം അല്ലെ, പരമാവധി നമ്മുടെ ആ ഒരു ഫിനാൻഷ്യൽ റിട്ടേൺ സാമ്പത്തികമായ നേട്ടം ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ പരമാവധി ആ ഒരു സാമ്പത്തിക നേട്ടം നേടിയെടുക്കുക അല്ലെങ്കിൽ ഇന്നതായിരിക്കണം എന്നൊരു ലക്ഷ്യം വെച്ചിട്ടാണ് അല്ലെ. എന്ന ലക്ഷ്യത്തിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മെറ്റീരിയൽസ് അല്ലെങ്കിൽ പ്രൊഡക്ട്സുകളൊക്കെ പരമാവധി എന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്യണം അല്ലെ. അതിന്റെ പർച്ചേസിങ് സ്റ്റോറിംഗ് ഒക്കെ എന്ത് ചെയ്യണം? അതിന് ചിലവാകുന്ന തുകകള് നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അതല്ലേ നമ്മൾ ആ ഒരു സ്റ്റോക്ക് കൺട്രോൾ എന്നത് ഉദ്ദേശിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അവിടെ പറഞ്ഞത്. സ്റ്റോക്ക് കൺട്രോൾ അല്ലെങ്കിൽ ഇൻവെന്ററി കൺട്രോൾ എന്ന് പറഞ്ഞാല് എപ്പോഴും എന്താണ്? ഏത് സാധനം, ഒരു സാധനമാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ സ്റ്റോക്ക് ചെയ്യുന്നെങ്കിൽ അത് ഏത് സാധനമാണ്, അത് എപ്പോഴാണ്, അത് എങ്ങനെ പർച്ചേസ് ചെയ്യണം, അതുപോലെ അത് എങ്ങനെയാണ് സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ടത് എന്നതിലേക്ക് ഒരു കൺട്രോൾ അല്ലെങ്കിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് വഴി അത് പർച്ചേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന്റെ ആ ഒരു ചിലവ് നമുക്ക് മിനിമം ആക്കാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ സാധിക്കും. ഇതിനെയാണ് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. രണ്ടാമതായി നമ്മൾ അത് പറഞ്ഞത് ഇങ്ങനെ ഒരു സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് അല്ലെ നമുക്ക് എന്താ? ഒരു പരമാവധി സാമ്പത്തിക നേട്ടം അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ മെറ്റീരിയൽസ് ആണെങ്കിലും പ്രൊഡക്ട്സ് ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്യുക? പരമാവധി സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ശരി അല്ലെ. എപ്പോഴും കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളത്, ഈ കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ച് അതെന്ത് ചെയ്യുക? സ്റ്റോർ ചെയ്ത് വെക്കുക എന്നതിലൂടെ നമുക്ക് നല്ല മാക്സിമം ഫിനാൻഷ്യൽ റിട്ടേൺ കിട്ടാൻ, പരമാവധി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നു. ക്ലിയർ ആണോ ആ ഒരു പാരഗ്രാഫ്? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കി, ഗോൾസ് ഓഫ് ഇൻവെന്ററി കൺട്രോൾ. ഈ ഒരു സ്റ്റോക്ക് കൺട്രോൾ അല്ലെങ്കിൽ ഇൻവെന്ററി കൺട്രോൾ ഒന്നുകൂടി പറയണോ? നോക്കി, എന്താണ് ഒരു സ്റ്റോക്ക് കൺട്രോൾ എന്ന് നോക്കി കിട്ടാത്തവരൊന്നും കൂടി ശ്രദ്ധിക്കാം കേട്ടോ. നോക്കി, ഇൻവെന്ററി കൺട്രോൾ അല്ലെങ്കിൽ സ്റ്റോക്ക് കൺട്രോൾ എന്ന് പറയുന്നത് ബേസിക് ആയിട്ട് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. നമുക്ക് അവിടെ എന്താണ് വേണ്ടത്? ചിലവ് കുറയ്ക്കുക അല്ലെ. ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് ചിലവ് കുറയ്ക്കണം അല്ലെ. ചിലവിനെ കുറയ്ക്കാനായിട്ട് ഈ ചിലവിനെ മിനിമം ആക്കണം, എക്സ്പെൻസ് മിനിമം ആക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഒരു സാധനം നമ്മൾ ഏത് സാധനമാണോ, എവിടെ എങ്ങനെയാണ് അത് പർച്ചേസ് ചെയ്യുന്നത് അല്ലെ, എങ്ങനെ അത് സ്റ്റോർ ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു നിയന്ത്രണം കൊണ്ടുവരും. ആ ഒരു നിയന്ത്രണം അല്ലെങ്കിൽ കൺട്രോൾ കൊണ്ടുവരുന്നത് കൊണ്ട് ആ സാധനം പർച്ചേസ് ചെയ്യുന്നത് മുതൽ അത് സ്റ്റോർ ചെയ്യുന്നത് വരെയുള്ള എക്സ്പെൻസ്, ഈ ചിലവ് നമുക്ക് അങ്ങനെ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതുവഴി ഉണ്ടാവുന്ന എക്സ്പെൻസുകൾ എന്തെങ്കിലും ചിലവുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? മിനിമം ആക്കാൻ പറ്റണം, കുറവ് വരുത്താൻ പറ്റണം. അതാണ് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എപ്പോഴും ഈ ഒരു ഇൻവെന്ററി കൺട്രോൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? അവിടെ മാക്സിമം ഫിനാൻഷ്യൽ റിട്ടേൺ, നമ്മൾ ഇങ്ങനെയുള്ള കൺട്രോളിങ് ഈ ഒരു മെറ്റീരിയൽ വാങ്ങുമ്പോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങി സ്റ്റോർ ചെയ്യുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക, ഈ കൺട്രോളുകൾ കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചിലവ് കുറയ്ക്കാനും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമം ഫിനാൻഷ്യൽ റിട്ടേൺ ആണ് എന്താ? പരമാവധി സാമ്പത്തിക നേട്ടം അതിൽ നിന്ന് ഉണ്ടാക്കാനും സാധിക്കുന്നു. ക്ലിയർ ആയോ അത്? ഓക്കെ, നെക്സ്റ്റ് നോക്കി, ഗോൾസ് ഓഫ് ഇൻവെന്ററി കൺട്രോൾ. എന്തൊക്കെയാണ് ഒരു ഇൻവെന്ററി കൺട്രോളിന്റെ ഗോൾസ് നോക്കി? ഫസ്റ്റ് പോയിന്റ് ആണ് പ്രൊവൈഡ് സപ്ലൈസ് available when needed to maintain constant operation. ഒരു സ്ഥിരമായ അല്ലെങ്കിൽ നിരന്തരമായ ഒരു പ്രവർത്തനങ്ങൾ അല്ലെ. ഇവിടെ ആ ഒരു ഹോസ്പിറ്റലിലാവാം അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനത്തിലും സ്ഥിരമായി കോൺസ്റ്റന്റ് ആയിട്ട് നിരന്തരമായി നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഈ സപ്ലൈസ് എന്ത് ചെയ്യുക? നൽകുക. അപ്പൊ ഇവിടെ ഓവറായിട്ട് നൽകാനല്ല ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് വളരെ അത്യാവശ്യമായിട്ട് അവരുടെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള നിരന്തരമായ പ്രവർത്തനങ്ങൾ നടത്താൻ ആവശ്യമായി വരുന്നത് അത് മാത്രം എന്ത് ചെയ്യുക? കൃത്യമായ അളവിൽ അവർക്ക് എന്ത് ചെയ്യുക? സപ്ലൈ ചെയ്ത് കൊടുക്കുക, നൽകുക.
ക്ലിയർ ആണോ? രണ്ടാമതായിട്ട് ടു ഹാവ് എ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് വെൻ റിക്വയർഡ് ത്രൂ റിഡക്ഷൻ ഓർ പർച്ചേസ്. ഇനി രണ്ടാമത് എന്താ പറയുന്നത്? റിഡക്ഷൻ ഓർ പർച്ചേസ്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു വീടുകളിലാണെങ്കിലും പറയാറുണ്ട് അല്ലെ, നമ്മുടെ അമ്മമാര് പറയാറില്ലേ, പിടിച്ച് ചിലവാക്കുക എന്ന് പറയും അല്ലെ. എന്താണ് റിഡക്ഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? അതാണ്. എന്താണ്? പിടിച്ച് ചെലവാക്കാൻ പറയാറില്ലേ? വലിയ പറയാറുണ്ടോ? അമ്മമാര് പറയാറുണ്ടോ? ഒരുപാട് എടുത്ത് ഉപയോഗിക്കാതെ അതെന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്ത് പിടിച്ച് അതെ പിശുക്കി ചെലവാക്കുക എന്നൊക്കെ പറയും അല്ലെ. അത് എന്തിനു വേണ്ടിയാണ് അങ്ങനെ പിശുക്കി ചെലവാക്കാൻ പറയുന്നത്? എന്തിനു വേണ്ടി നമ്മളോട് അങ്ങനെ പിടിച്ച് ചെലവാക്കാൻ പറയുന്നത്? എന്താണ് അതിന്റെ ഒരു റീസൺ? എന്താണ് അതിന്റെ ബാക്കിലുള്ള റീസൺ? എന്തായിരിക്കും? സേവിങ്സ് ചെയ്യാൻ അല്ലെ. ഒത്തിരി കുറച്ച് ദിവസം കൂടി നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ലേ പറയുന്നത് അല്ലെ. കുറച്ച് ദിവസം കൂടി നമുക്കത് ഉപയോഗിക്കാൻ, പെട്ടെന്ന് തീർന്നു പോവാതിരിക്കാൻ അല്ലെ. അതിനല്ലേ നമ്മളോട് അങ്ങനെ പറയുന്നേ, പിശുക്കി ചെലവാക്കണം എന്ന് പറയും അല്ലെ. അപ്പൊ ഇവിടെ അത് തന്നെയാണ്. എന്താ അവിടെ റിഡക്ഷൻ അല്ലെങ്കിൽ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് വരുന്ന, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്ത് വരുന്ന ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഇവിടെ പർച്ചേസ് ചെയ്യും അല്ലെ. ആവശ്യം അനുസരിച്ച് ഇപ്പൊ കൺട്രോൾ ചെയ്യാന്ന് പറയുമ്പോൾ എന്താ, അവിടെ പർച്ചേസിംഗ് എന്ന് പറയുന്നത് വളരെ ചുരുക്കിയാണ് അവർ പർച്ചേസ് ചെയ്യുന്നത്. ഇനി പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങള് റിഡക്ഷനോടുകൂടെ വളരെ പിശുക്കി അല്ലെങ്കിൽ ചുരുക്കി ചിലവാക്കി ഒരുപാട് നാൾ അത് എന്ത് ചെയ്യണം? ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ സ്റ്റോക്ക് നിലനിർത്തണം. മനസ്സിലായോ? അപ്പൊ പിശുക്കി നമ്മൾ ചെലവാക്കുമ്പോൾ എപ്പോഴും എങ്ങനെയാ, നമുക്ക് കുറച്ച് ദിവസവും കൂടി ആ സാധനം ഉപയോഗിക്കാനായിട്ട് ഉണ്ടാവും അല്ലെ. നമ്മുടെ വീടുകളിൽ അങ്ങനെയല്ലേ, നമ്മള് വളരെ കുറച്ച് ചെലവാക്കുമ്പോൾ കുറച്ച് ദിവസം കൂടി അത് നമുക്ക് ഉപയോഗിക്കാം. അതേസമയം കൂടുതൽ ചെലവാക്കിയാലോ അത് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ തീർന്നു പോയി പുതിയത് വാങ്ങേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ കൺട്രോൾ ചെയ്യാണ് ഇവിടെ അല്ലെ, നിയന്ത്രിക്കുകയാണ്. അപ്പൊ എന്ത് സാധനമാണെങ്കിലും അമിതമായി ഉപയോഗിക്കാതെ അത് കൃത്യമായിട്ടുള്ള അളവില് അല്ലെ പിശുക്കി അല്ലെങ്കിൽ ചുരുക്കി ഉപയോഗിച്ചുകൊണ്ട് ആ സാധനം എന്ത് ചെയ്യും? കുറച്ച് ദിവസവും കൂടി ഉപയോഗിക്കാവുന്ന രീതിയിൽ ആ സ്റ്റോക്ക് ലെവൽ അവിടെ നിയന്ത്രിക്കുക. മനസ്സിലായോ? സെക്കൻഡ് പോയിന്റ് എന്താന്നുള്ളത് ക്ലിയർ ആയോ? എന്താണ്? മറ്റുള്ളവർക്കൊന്നും മനസ്സിലായില്ലേ? ക്ലിയർ ആയില്ല? ഓക്കെ. തേർഡ് പോയിന്റ് നോക്കിയേ, റിട്ടേൺ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അറ്റ് ദ മിനിമം ലെവൽ പോസിബിൾ. ഒന്നുകൂടി പറയാം കേട്ടോ. ഒരു 4 പോയിന്റ് പറഞ്ഞിട്ട് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. നോക്കിയേ, റിട്ടേൺ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അറ്റ് ദ മിനിമം ലെവൽ പോസിബിൾ. അതുപോലെ തന്നെ ചിലവ് കുറയ്ക്കണമെങ്കിൽ നമുക്ക് അധികം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വരാൻ പാടില്ല അല്ലെ. ഒരുപാട് മൂലധനം മുടക്കിയുള്ള പർച്ചേസിങ്ങുകള് കാര്യങ്ങളൊന്നും വരാൻ പാടില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് എന്താണ്? ഒരു മിനിമം ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ളൊരു മൂലധനം കൊടുത്തുകൊണ്ടുള്ള ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ആയിട്ടുള്ള ആ ഒരു മൂലധന നിക്ഷേപങ്ങളൊക്കെ എന്ത് ചെയ്യുക? വളരെ മിനിമം ലെവലായിട്ട് റിട്ടേൺ ചെയ്ത് അല്ലെങ്കിൽ നിലനിർത്തുക. ലാസ്റ്റ് പോയിന്റ് പറയുന്നതാണ് എസ്റ്റാബ്ലിഷ് കൺട്രോൾസ് ഫോർ ദ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻവെന്ററി. എന്താ? ആ ഒരു ഇൻവെന്ററി അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് ഈ സാധനങ്ങൾ നമ്മൾ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്, വിതരണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കൺട്രോൾ അല്ലെങ്കിൽ നിയന്ത്രണങ്ങളും സ്ഥാപിക്കുക. ഈ പറയുന്ന 4 പോയിന്റ്സും എന്താണ്? ഒരു ഇൻവെന്ററി കൺട്രോളിന്റെ ഗോൾസ് ആണ്. ഓക്കെ. ഫസ്റ്റ് പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞേ? എപ്പോഴും ആ ഒരു സ്ഥാപനമാണെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ നിരന്തരമായ പ്രവർത്തനങ്ങൾ അല്ലെ, ഡേ ടു ഡേ കുറെ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അവിടുത്തെ ആ ഒരു കോൺസ്റ്റന്റ് ഓപ്പറേഷൻസ്, നിരന്തരമായ പ്രവർത്തനങ്ങൾക്ക് വളരെ ആവശ്യമായ അളവിൽ മാത്രം സാധനങ്ങൾ എന്ത് ചെയ്യുക? അവൈലബിൾ ആക്കി നൽകുക, അല്ലെങ്കിൽ സപ്ലൈ ചെയ്ത് നൽകുക. ഒരുപാട് സാധനങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? കൂടുതൽ ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങൾ കൊടുക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ കൺട്രോൾ ചെയ്യാനത്, നിയന്ത്രിക്കുകയാണ് കേട്ടോ. ഒരുപാട് സാധനങ്ങൾ കൊടുത്താൽ അവർ എന്ത് ചെയ്യും? ഒരുപാട് അത് ഉപയോഗിക്കും അല്ലെ. അപ്പൊ അവിടെ നമ്മുടെ ചെലവ് കൂടുകയല്ലേ ചെയ്യുന്നേ. അപ്പൊ അവിടെ ചെലവ് കുറയ്ക്കണമെങ്കിൽ എപ്പോഴും അവർക്ക് വളരെ കൺട്രോൾ ചെയ്ത് സാധനങ്ങൾ ലഭ്യമാക്കുക അല്ലെ. കുറച്ച് സാധനങ്ങളുടെ നമ്മൾ കുറച്ചേ ഉപയോഗിക്കുള്ളൂ, അതേസമയം കുറെ സാധനങ്ങളുടെ നമുക്ക് കൂടുതൽ ഉപയോഗിക്കാൻ തോന്നും അല്ലെ. നമ്മുടെ നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കൺട്രോൾ, ചെലവ് ചുരുക്കണമെങ്കിൽ അങ്ങനെ കൺട്രോൾ ചെയ്തായിരിക്കണം ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രം അവർക്ക് ലഭ്യമാക്കി നൽകുക. അതാണ് പറയുന്നത്. രണ്ടാമതായി പറഞ്ഞത് എന്താ? നമ്മുടെ ടു ഹാവ് എ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് വെൻ റിക്വയർഡ് ത്രൂ റിഡക്ഷൻ ഓഫ് പർച്ചേസ്. ഇനി എന്താണ്? നമുക്ക് അവിടെ നല്ലൊരു സ്റ്റോക്ക് ലെവൽ നിലനിർത്തണമെങ്കിൽ അവിടെ കൺട്രോൾ ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ നിലനിർത്തേണ്ടത് അല്ലെ. അത് നിലനിർത്തണമെങ്കിൽ നമ്മൾ എന്താ പറയാ? റിഡക്ഷൻ എന്ന് പറയുന്ന നമ്മള് പിടിച്ച് ചിലവാക്കുക അല്ലെ, വളരെ ചുരുക്കി ചിലവാക്കുക.
കാരണം ഒരു ചുരുക്കി ചിലവാക്കുന്ന എന്തൊരു സാധനം നമ്മൾ ചുരുക്കി ചിലവാക്കുമ്പോൾ നമുക്ക് കുറച്ച് നാൾ കൂടി അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൂടി അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ലെ. നമ്മുടെ വീടുകളിൽ ഒരു സാധനം വാങ്ങി, ഇപ്പൊ ഒരു പഞ്ചസാരയോ വെളിച്ചെണ്ണയോ അരിയോ ഒക്കെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാല് നമ്മൾ അത് പിടിച്ച് കുറച്ച് ചിലവാക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോ 3 ദിവസം കൊണ്ട് തീരാവുന്നത് ചിലപ്പോ 5 ദിവസം കൊണ്ടല്ലേ തീരുള്ളൂ. ആണോ? നമ്മുടെ വീട്ടിൽ അങ്ങനെയല്ലേ ചെയ്യുന്നേ? ഇപ്പൊ ഒരു 5 ദിവസത്തേക്ക് ഉണ്ടാ സാധനമായിരിക്കും വാങ്ങിച്ചിരിക്കുന്നേ. ചിലപ്പോ അത് നമ്മൾ ഓരോ ദിവസം കുറച്ച് പിടിച്ചു വെക്കുന്നത് കൊണ്ട് ചിലപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 6 or 7 ദിവസം ചിലപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റും അല്ലെ. അതിനു വേണ്ടിയാണ്, കൂടുതൽ ദിവസം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വീട്ടിൽ നമ്മളോട് അമ്മമാര് പറയുന്നത് അല്ലെ, ചിലവ് ചുരുക്കുക അല്ലെങ്കിൽ എന്താണ് ചിലവ് അധികം കൂടാതെ ഇരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെയും അത് ആ ഒരു കൺട്രോളിങ് വേണം എന്നാ പറയുന്നത്. എന്താണ്, നമ്മൾ ആ കൊടുത്തിരിക്കുന്ന കൃത്യമായിട്ടുള്ള സാധനങ്ങൾ വളരെ ചുരുക്കി ചെലവാക്കി അവിടെ എന്ത് ചെയ്യണം, നല്ലൊരു സ്റ്റോക്ക് ലെവല് നിലനിർത്തിക്കൊണ്ട്, അതായത് കുറച്ച് ദിവസം കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അത് മാറ്റണം. ആ ഒരു സ്റ്റോക്ക് ലെവൽ നല്ല രീതിയിൽ അവിടെ നിലനിൽക്കുകയും പുതിയ സാധനങ്ങൾ പെട്ടെന്ന് എടുക്കുന്നത് അത് നല്ല ചെലവല്ലേ. പുതിയൊരെണ്ണം പഴയത് മാറി പുതിയൊരെണ്ണം എടുക്കുമ്പോൾ അവിടെ ചെലവ് വരാണ്. അവിടെ സ്റ്റോക്കിൽ ഒരെണ്ണം കുറവ് വന്നു, അപ്പൊ അടുത്ത സ്റ്റോക്ക് നമുക്ക് പർച്ചേസ് ചെയ്ത് അവിടെ കയറ്റേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ എന്താണ്, അങ്ങനെ ഒരു ചിലവ് കൂട്ടാത്ത രീതിയിൽ വളരെ ചുരുക്കി ചിലവാക്കുക, അതാണ് സ്റ്റോക്ക് ലെവൽ നല്ല രീതിയിൽ നിലനിർത്തുക. അങ്ങനെ ചുരുക്കി കുറച്ച് ദിവസവും കൂടി ഉപയോഗിക്കാവുന്ന രീതിയിൽ പല സാധനങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, നിയന്ത്രിച്ച് ഉപയോഗിക്കുക. ക്ലിയർ ആയോ? അത് ആർക്കാണ് കിട്ടാത്തത്? ലക്ഷ്യം. ഓക്കെ, നെക്സ്റ്റ് നോക്കി. നെക്സ്റ്റ് എന്താ നമ്മൾ തേർഡ് പോയിന്റ് പറഞ്ഞേ, അവിടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്സ് അല്ലെ, വലിയ രീതിയിലുള്ള ഏറ്റവും കുറഞ്ഞ തരത്തിലായിരിക്കണം മൂലധന നിക്ഷേപം പറയുന്നത് അല്ലെ. ഒരുപാട് തുക ചെലവാക്കിയുള്ള രീതിയിലുള്ള എന്താണ് പർച്ചേസിങ് കാര്യങ്ങൾ അല്ലെങ്കിൽ സ്റ്റോക്ക് ഒക്കെ ചെയ്യാതെ വളരെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, വളരെ എന്താണ് മൂലധന നിക്ഷേപം എന്ന് പറയുന്നത് വളരെ ചുരുക്കത്തിൽ എന്താണ് വളരെ എന്താണ് മിനിമൽ ആയിട്ട് അല്ലെ, മിനിമൽ ലെവലിൽ നിലനിർത്താൻ ശ്രമിക്കുക. ദെൻ ഫോർത്ത് വൺ ആണ് എസ്റ്റാബ്ലിഷ് കൺട്രോൾസ് ഫോർ ദ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻവെന്ററി. ഈ പറയുന്ന സാധനങ്ങളൊക്കെ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കണമെങ്കിൽ നമ്മൾ പർച്ചേസിങ് നടത്തണം, അത് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഈ പറയുന്ന ഒരു കൺട്രോൾ അല്ലെങ്കിൽ നിയന്ത്രണം സ്ഥാപിക്കേണ്ടതാണ്. ക്ലിയർ ആണോ? 4 പോയിന്റ്സും ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കി. If there is no inventory control, there will be no liability, overstocking or understocking of materials, loss of materials, etc. And it releases a lot of working capital. ഇനി എന്താ ഇവിടെ ഒരു ഇൻവെന്ററി കൺട്രോൾ നല്ല രീതിയിൽ ആ ഒരു സ്റ്റോറേജ് സ്റ്റോക്കുമായി ആ ഒരു സ്റ്റോറുമായി ബന്ധപ്പെട്ട നല്ലൊരു ഇൻവെന്ററി കൺട്രോൾ ഇല്ല എങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കാം? ഓവർ സ്റ്റോക്കിംഗ് വരാം അല്ലെ, ഓവറായിട്ട് കൂടുതൽ സ്റ്റോക്കിംഗ് ചെയ്യും അല്ലെ, ഒരു നല്ല നിയന്ത്രണം ഇല്ലെങ്കിൽ അല്ലെ. അതുപോലെ അണ്ടർ സ്റ്റോക്കിംഗ് വരാം, ചിലപ്പോ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പോലും സ്റ്റോക്ക് ഇല്ലാതെ വരാം അല്ലെ. ആൻഡ് ലോസ് ഓഫ് മെറ്റീരിയൽസ്, എന്തെങ്കിലും സാധനങ്ങൾ അവിടെ നിന്ന് നഷ്ടപ്പെട്ടെന്ന് വരാം അല്ലെ. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ലൊരു ഇൻവെന്ററി കൺട്രോൾ ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെ. അപ്പൊ എല്ലാത്തിനും ഒരു കൺട്രോളിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഇറ്റ് റിലീസസ് എ ലോട്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇതൊരു നല്ലൊരു പ്രവർത്തന ചിലവ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. റിസർവ് സ്റ്റോക്ക്, ഇങ്ങനെ ഒരു ഇൻവെന്ററി കൺട്രോൾ ഇല്ലാത്തതിന്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. നോക്കി, ഓവർ സ്റ്റോക്കിംഗ് വരാം അല്ലെ. നല്ല രീതിയിൽ ഒരു നിയന്ത്രിക്കാൻ ഒരാളില്ലെങ്കിൽ, അങ്ങനെയല്ലേ, നിയന്ത്രണം ഇല്ല എങ്കിൽ ചിലപ്പോൾ ഒരുപാട് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ചില സാധനങ്ങൾ. അതുപോലെ ചിലപ്പോൾ ചില ആവശ്യമുള്ള സാധനങ്ങൾ ചിലപ്പോൾ ഒരു സ്റ്റോക്കും ഉണ്ടാവില്ല. അതുപോലെ ചില സാധനങ്ങൾ നഷ്ടപ്പെട്ടെന്ന് വരാം. ഇവിടെ ഒരു കൺട്രോൾ ഇല്ലാത്തത് കൊണ്ടാണ്, നിയന്ത്രണം ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങളാണ്. അതുപോലെ അതുകൊണ്ട് തന്നെ വർക്കിംഗ് ക്യാപിറ്റലും പ്രവർത്തന ചെലവ് എന്ന് പറയുന്നത് ഇതുവഴി കൂടാനും സാധ്യതയുണ്ട്. നോക്കിയേ, നെക്സ്റ്റ് റിസർവ് സ്റ്റോക്ക് എന്താണ്, അല്ലെങ്കിൽ ബഫർ സ്റ്റോക്ക് എന്ന് പറയാം. എന്താണ് റിസർവ് സ്റ്റോക്ക് അല്ലെങ്കിൽ കരുതൽ സ്റ്റോക്ക് എന്ന് നമുക്ക് പറയാം. നോക്കിയേ, is the stock kept to provide uncertainties in consuming rate or lead time of the material. ഈ ഒരു റിസർവ് സ്റ്റോക്ക് അല്ലെങ്കിൽ ബഫർ സ്റ്റോക്ക് എന്ന് പറയുന്നത് കരുതൽ സ്റ്റോക്കാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വീട്ടിൽ നമ്മുടെ അമ്മമാരൊക്കെ നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇപ്പൊ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നോ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി കൊണ്ടുവന്നോ ചെറിയ പാത്രങ്ങളിൽ അല്ലെങ്കിൽ ചെറിയ ബോക്സുകളാക്കി കുറച്ചൊക്കെ അവർ സ്റ്റോർ ചെയ്ത് വെക്കും, മാറ്റി വെക്കും. കണ്ടിട്ടുണ്ടോ? അത് ഒരു കരുതൽ റിസർവ് ചെയ്ത് വെക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ?
ഉണ്ട് അല്ലെ. അപ്പൊ അതെന്തിനാ അവരങ്ങനെ വെക്കുന്നേ, റിസർവ് ചെയ്ത് വെക്കുന്നത്? നമുക്ക് എല്ലാ സാധനങ്ങളും ഒക്കെ തീർന്നു കഴിയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ഒരു ആവശ്യമൊക്കെ വരാണെങ്കിൽ എടുത്തുപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ അവർ സൂക്ഷിച്ചു വെക്കുന്നത്. നമ്മൾ കാണാത്ത ഇടങ്ങളിൽ സൂക്ഷിച്ചു വെക്കും അല്ലെ, അവർക്കറിയാവുന്ന സ്ഥലങ്ങളിൽ അവരെന്ത് ചെയ്യും, എടുത്തു വെക്കും. ഇവിടെയും അതുപോലെ തന്നെ കരുതൽ സ്റ്റോക്ക് എന്തിനു വേണ്ടിയായിരിക്കും? ഇനി എന്തെങ്കിലും ഒരു സാധനം ഇപ്പൊ ഒരു ഫാർമസിയുമായി ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് ആലോചിക്കും. ഇവിടെ എക്യുപ്മെന്റ്സ് ഉപകരണങ്ങളെക്കാൾ കൂടുതൽ ഇവിടെ മറ്റു സാധനങ്ങളുടെ സ്റ്റോക്കിംഗ് ആണ് കൂടുതൽ പറയുന്നത്. ഇവിടെ ഒരു മെഡിസിൻസ്, ഏതെങ്കിലും ഒരു മെഡിസിൻ വാങ്ങിച്ചു, ആ മെഡിസിൻ ചിലപ്പോൾ നമുക്ക് ഒരു മാസത്തേക്ക് കണക്കാക്കിയായിരിക്കും നമ്മൾ അത് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത്. ആ ഒരു മെഡിസിൻ ഒരു മാസത്തേക്ക് സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ പോലും ആ ഒരു 1-2 ആഴ്ച നല്ല രീതിയിൽ ആ ഒരു രോഗവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേഷ്യൻസ് വന്നു എന്ന് വിചാരിക്കാം. ഓട്ടോമാറ്റിക്കലി ആ മെഡിസിൻസിന്റെ സ്റ്റോക്ക് തീരില്ലേ? ഒരു മാസം എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു മരുന്ന് കൂടുതൽ അതിന് പേഷ്യൻസ് വന്നാല് ആ ഒരു സ്റ്റോക്ക് പെട്ടെന്ന് തീരില്ലേ? അപ്പൊ അവിടെ പെട്ടെന്ന് തീരുന്നു. അതാണ് അവിടെ അൺസർട്ടനിറ്റീസ് എന്ന് പറഞ്ഞാൽ. എന്താ, നമുക്കൊരു തീർച്ചയില്ലാത്തൊരവസ്ഥ. അതായത് ഇതൊരു മാസം തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നമുക്കത് ഉറപ്പ് പറയാൻ പറ്റില്ല അല്ലെ, തീർച്ചപ്പെടുത്തി പറയാൻ പറ്റില്ല. ആ ഒരു മാസത്തിന് ചിലപ്പോൾ മുൻപ് തീർന്നു പോവാം അല്ലെ, ചിലപ്പോ അത് അധികം ഉപയോഗിച്ചില്ലെങ്കിൽ ചിലപ്പോ ഒരു മാസം കഴിഞ്ഞും ചിലപ്പോ അത് ഉണ്ടായിരിക്കാം അല്ലെ. അപ്പൊ അതങ്ങനെ തീർച്ചപ്പെടുത്തി വെക്കാൻ പറ്റാത്ത രീതിയിൽ, അതായത് അവിടുത്തെ ആ ഒരു കൺസ്യൂമിങ് റേറ്റ്, അത് ഉപയോഗിക്കുന്നതിന്റെ എണ്ണം കൂടി അല്ലെ, ആ ഒരു ഉപയോഗിക്കുന്നതിന്റെ ആ ഒരു റേറ്റ് കൂടി അല്ലെ, അതുകൊണ്ടല്ലേ അത് പെട്ടെന്ന് തീർന്നു പോയത്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഇങ്ങനെയുള്ളൊരു റിസർവ് സ്റ്റോക്ക് എടുക്കേണ്ടതായിട്ട് വരും അല്ലെ. നമ്മുടെ വീട്ടില് നമ്മൾ കുറെ സാധനങ്ങൾ വാങ്ങി, നമ്മുടെ അമ്മ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇതുപോലെ റിസർവ് ആയിട്ട്, ഒരു പഞ്ചസാര, പഞ്ചസാര അല്ലെങ്കിൽ ഒരു അരി അല്ലെ, അരിയൊക്കെയാണ് നമ്മൾ അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് കൂടുതൽ അമ്മമാർ എടുത്ത് വെക്കുന്നത്. അപ്പൊ ഒരു അരി എടുത്തു വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. ചിലപ്പോ നമ്മുടെ വീട്ടില് ഒരു മാസത്തേക്ക് ഇപ്പൊ ചിലപ്പോ അത് മതിയാവും, ചിലപ്പോ നമ്മൾ വാങ്ങിച്ച ആ ഒരു സാധനം മതിയാവും. അപ്പൊ അത് അധികം ഉപയോഗിക്കാത്തത് കൊണ്ട് നമുക്ക് ആ ഒരു റിസർവ് സ്റ്റോക്ക് ചിലപ്പോൾ എടുക്കേണ്ടതായിട്ട് പോലും വരില്ല. അതേസമയം പിറ്റേ മാസം നമ്മൾ ഇതേ രീതിയിലുള്ള കണക്കിൽ നമ്മൾ ആ സാധനം വാങ്ങിച്ചപ്പോ നമുക്ക് ആ ഒരു മാസം ഒരുപാട് വിസിറ്റേഴ്സ്, വിരുന്നുകാരൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ വിരുന്നുകാർ വന്നു കഴിയുമ്പോൾ ചിലപ്പോ പെട്ടെന്ന് നമ്മളെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ തീർന്നു പോവാം. ആണോ? പെട്ടെന്ന് തീർന്നു പോകാൻ പറ്റില്ലേ? അത് എന്തുകൊണ്ടാണ് അവിടെ തീർന്നു പോകുന്നത്? അവിടെ കൂടുതൽ ഉപയോഗിച്ചത് കൊണ്ടല്ലേ തീർന്നു പോകുന്നത്. അതാണ് ഇവിടുത്തെ കൺസ്യൂമിങ് റേറ്റ് എന്ന് പറയുന്നത്. അതിന്റെ ഉപയോഗത്തിന്റെ ആ ഒരു വർധന, വളർച്ച അല്ലെ, റേറ്റ് എന്ന് പറയുന്നത് കൂടി അല്ലെ. അപ്പൊ ആ സമയത്ത് അമ്മ എന്ത് ചെയ്യും? നമുക്ക് ഒരു അരി ഇല്ലെങ്കിൽ അമ്മ എന്താ അപ്പൊ ചെയ്യുന്നത്? കടയിൽ പോയി വാങ്ങിക്കുകയാണോ ചെയ്യാം? ആ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെ, എന്താ കരുതി വെച്ചിരിക്കുന്ന ആ ഒരു അരി എടുത്ത് എന്ത് ചെയ്യും? അവിടെ ഉപയോഗിക്കും. ആണോ? ക്ലിയർ ആയോ? എന്താ പറയുന്നതെന്ന് മനസ്സിലായോ? ക്ലിയർ ആയോ? അതാണ് പറയുന്നത്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. എന്താ, റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന എന്തിനാ? എപ്പോഴാണോ അതിന് ആവശ്യം വരുന്നത് അപ്പോഴെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ കരുതി വെച്ചിരിക്കുകയാണ് അല്ലെ. അപ്പൊ അതവിടെ ചിലപ്പോൾ ആ ഒരു സാധനത്തിന്റെ കൺസ്യൂമിങ്, അതെ, സ്റ്റോക്ക് ചെയ്ത് തന്നെയാണ് അല്ലെ. അപ്പൊ നമ്മുടെ കൺസ്യൂമിങ് റേറ്റ്, അതിന്റെ ഉപയോഗം ചിലപ്പോൾ കൂടുന്നത് കൊണ്ടാണ് അല്ലെ, പെട്ടെന്ന് തീർന്നു പോകും അല്ലെ. അപ്പൊ നമുക്ക് ഇത് ഉപയോഗിക്കേണ്ടതായിട്ട് വരാം, ഈ റിസർവിങ് സ്റ്റോക്കിൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരാം. അല്ല എങ്കിലോ ലീവ് ടൈം ഓഫ് ദ മെറ്റീരിയൽ, ചിലൊരു സാധനം ചിലപ്പോൾ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ ആ ഓർഡർ ചെയ്ത് അത് ഡെലിവർ ചെയ്യാനായിട്ട് ഒരുപാട് സമയം എടുക്കുന്നുവെങ്കിൽ ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് മറ്റൊരു സാധനം ഇവിടെ സ്റ്റോക്ക് ഇല്ല എങ്കിൽ നമുക്ക് ഈ ഒരു റിസർവ് സ്റ്റോക്കിന് എടുക്കേണ്ടതായിട്ട് വരില്ലേ? ഒരുപാട് സമയം അവിടെ നിന്ന് ഡെലിവർ ചെയ്യാനായിട്ട് അവര് ഓർഡർ കൊടുത്ത് ഡെലിവർ ചെയ്ത് എത്തിയിട്ടില്ല, അത് ഒരുപാട് സമയം എടുക്കാണ്. ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കണമെങ്കിലോ ഈ പറയുന്ന റിസർവ് സ്റ്റോക്ക് അല്ലെങ്കിൽ കരുതൽ സ്റ്റോക്കിൽ നിന്ന് എടുക്കേണ്ടതായിട്ട് വരും. ക്ലിയർ ആയോ? അത് റിസർവ് സ്റ്റോക്ക് അല്ലെങ്കിൽ ബഫർ സ്റ്റോക്ക് എന്താന്നുള്ളത് ക്ലിയർ ആയോ? ഓക്കെ ആണ്. നെക്സ്റ്റ് നോക്കിയേ, reorder level or reorder point is the stock level of any item in an economic order quantity terms that can be disposed of so that the order can arrive in time to keep away from stock counter. ഇനി ഇവിടെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഈ പറയുന്ന ഒരു പാരഗ്രാഫ് കുറച്ച് നിങ്ങൾക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുന്നുണ്ടാവും, പക്ഷെ പറയുമ്പോൾ ക്ലിയർ ആവുന്നില്ലേ? ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടാ. നോക്കിയേ, ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത് ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. എന്താണ് ഇവിടെ ആ ഒരു സ്റ്റോക്ക്? നമ്മുടെ വീട്ടിലാണെങ്കിലും എന്താ, ഒരു സാധനം തീർന്നിട്ടാണോ നമ്മൾ പോയി വാങ്ങാം?
തീരുന്നതിന് മുൻപാണ് നമ്മൾ വാങ്ങുക അല്ലെ. തീരാറാവുമ്പോഴേക്കും നമ്മൾ പറയും. ഇപ്പൊ നമ്മുടെ വീട്ടില് ആരാണോ പോയി വാങ്ങുന്നത് അവരോട് നമ്മൾ പറയും അല്ലെ, ഇന്ന സാധനം തീരാറായി അല്ലെ. തീരാറാവുമ്പോ നമ്മൾ പറയില്ലേ, അതാണ് ഇവിടെയും ചെയ്യേണ്ടത്. എന്താണ്, ഒരു സാധനം സ്റ്റോക്ക് ഔട്ട് ആയിട്ടല്ല പറയേണ്ടത്, മറിച്ച് എപ്പോഴാണ് ആ സ്റ്റോക്ക് തീരുന്നതിന് മുൻപ് അല്ലെ റീ ഓർഡർ ചെയ്ത് അതെന്ത് ചെയ്യണം, സ്റ്റോക്ക് ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ്. അതാണ് അവിടെ പറയുന്ന ഒരു പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് അതാണ്. അപ്പൊ എപ്പോഴും സ്റ്റോക്ക് തീരുന്നതിന് മുൻപ് തന്നെ അല്ലെങ്കിൽ സ്റ്റോക്ക് ഔട്ട് ആവുന്നതിന് മുൻപ് തന്നെ ആ റീ ഓർഡർ ചെയ്ത് അല്ലെങ്കിൽ ഓർഡർ പോയിന്റ് ചെയ്ത് രണ്ടും ഒന്ന് തന്നെ റീ ഓർഡർ ചെയ്ത് ആ ഒരു സ്റ്റോക്ക് ലെവൽ എന്ത് ചെയ്യണം, ക്രമീകരിച്ചിരിക്കണം. ക്ലിയർ ആയോ? ആ ഒരു പാരഗ്രാഫ് ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഭാഗത്തേക്ക് പൊക്കോട്ടെ. ഓക്കെ, നെക്സ്റ്റ് ആണ് കൈൻഡ്സ് ഓഫ് ഓർഡർ ദാറ്റ് ഈസ് പ്ലേസ്ഡ്. നമുക്ക് ഇനി 3 രീതിയിൽ ഒരു ഓർഡർ നമുക്ക് നടക്കാം. ആ 3 രീതിയിലുള്ള ഓർഡറുകളാണ് പറയുന്നത് കേട്ടാ. നോക്കി, ഫസ്റ്റ് വൺ ആണ് സൈക്ലിക്കൽ ഓർഡർ. ഓർഡർ എന്നാക്കാട്ടെ അവിടെ, സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം. ഓർഡർ സിസ്റ്റം എന്നാക്കാട്ടാ. Then this system is the fixed interval order of the periodic review system. എന്താണ് ഒരു സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? The system is the fixed interval ആണ്. അവിടെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഇടവേളയുണ്ട്. ഓർഡർ ഓഫ് ദ പീരിയോഡിക് റിവ്യൂ സിസ്റ്റം. ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് ആവശ്യമായി വരുന്നതിനനുസരിച്ച്, നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിനും എല്ലാ സാധനങ്ങളും എപ്പോഴും ആവശ്യം വരില്ല അല്ലെ. നമ്മൾ എങ്ങനെയാണ് ഓരോ സാധനങ്ങൾ വാങ്ങാൻ പോവുക, നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണോ ആവശ്യമില്ല അവിടെ പെട്ടെന്ന് തീർന്നു പോയിരിക്കുന്നത്, ആ ആവശ്യമായ സാധനങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഫിക്സഡ് ഡേറ്റ് വരുന്ന വെച്ച് ഒരു മാസത്തിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 2 ആഴ്ച കൂടുമ്പോൾ നമ്മൾ ഫിക്സഡ് ആയിട്ട് എന്ത് ചെയ്യുന്നു, തീരുന്ന സാധനങ്ങൾ മാത്രം വാങ്ങി വരും. അങ്ങനെയല്ലേ ചെയ്യാം. അല്ലാതെ തീരാത്തതും ഓൾറെഡി സ്റ്റോക്ക് ഉള്ള സാധനങ്ങൾ പിന്നെയും വാങ്ങിക്കൂട്ടോ? ഇല്ലല്ലോ. അതാണ് ഇവിടെ സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ആവശ്യമായി വരുന്നതനുസരിച്ച് എന്തൊക്കെ സാധനങ്ങളാണോ എന്തൊക്കെ മെറ്റീരിയൽസ് ആണോ ആവശ്യമായി വരുന്നത് അതിനനുസരിച്ച് ആനുകാലികമായിട്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഇടവേളകളിൽ എന്ത് ചെയ്യുന്നു, അവരിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തുന്നു. ക്ലിയർ ആയോ? സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം ക്ലിയർ ആയോ? Then second one ആണ് ഫിക്സഡ് ക്വാണ്ടിറ്റി സിസ്റ്റം. അവിടെ നമ്മൾ ഒരു കറക്റ്റ് ക്വാണ്ടിറ്റി, ഒരു അളവൊന്നും പറഞ്ഞില്ല അല്ലെ. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ആവശ്യമായിട്ട് വരുമ്പോ ചില സാധനങ്ങൾക്ക് ഒരു പ്രാവശ്യം നമുക്ക് ചിലപ്പോ ഒരു 5 എണ്ണോ 6 എണ്ണോ വാങ്ങേണ്ടതായിട്ട് വരാം. ചിലപ്പോ അടുത്ത പ്രാവശ്യം നമുക്ക് ഇത് അധികം ഉപയോഗിക്കേണ്ടതായിട്ട് വന്നിട്ടില്ലെങ്കിൽ ചിലപ്പോ അത് 1 or 2 നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വാങ്ങിയാൽ മതിയാവും. അവിടെ ഒരു കൃത്യമായിട്ട് ഒരു ക്വാണ്ടിറ്റി നമുക്ക് ഓരോ സമയവും ഈ സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റത്തിൽ പറയാൻ പറ്റില്ല അല്ലെ. രണ്ടാമത് ഈ ഫിക്സഡ് ക്വാണ്ടിറ്റി സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു അളവുണ്ടായിരിക്കും. അതാണ് നോക്കിയേ, this system is based on ordering fixed quantities at different intervals. പല ഇന്റർവെൽസിൽ പല ഇടവേളകളിലായിട്ട് ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റിയിലുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്ത് വരുത്തുന്നതിനെയാണ് ഫിക്സഡ് ക്വാണ്ടിറ്റി സിസ്റ്റം എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു മെഡിസിൻസ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും നീഡിൽസോ മറ്റെന്തെങ്കിലും സർജിക്കൽ ടൂൾസ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് ഒരു ക്വാണ്ടിറ്റി പറഞ്ഞ് നമുക്ക് ചിലപ്പോൾ വാങ്ങാൻ പറ്റില്ലായിരിക്കും. അപ്പൊ അവരെന്ത് ചെയ്യും, ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റി, കൃത്യമായ അളവ് എപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും അവരുടെ അടുത്ത്. അങ്ങനെ ഒരു ഇടവേളകളിൽ ചിലപ്പോ ഒരു 2 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ചിലപ്പോ ഓരോ മാസത്തിലോ ഒക്കെ കൃത്യമായ ഇടവേളകളിൽ പല ഇടവേളകളിൽ എന്ത് ചെയ്യുന്നു, ഫിക്സഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് അവർ കാണിക്കുന്നത്. അതാണ് ഫിക്സഡ് ക്വാണ്ടിറ്റി സിസ്റ്റം. സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ ആവശ്യമായി വരുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ആനുകാലികമായിട്ട് അവരോട് ഫിക്സഡ് ഇന്റർവെല്ലുകളിൽ എന്ത് ചെയ്യുന്നു, വാങ്ങുന്നു. ക്ലിയർ ആയോ? 2 എണ്ണം തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ഓക്കെ, തേർഡ് വൺ നോക്കിയേ, ഇത് നമുക്ക് കുറച്ചും കൂടി കണക്ട് ചെയ്യാൻ പറ്റും. 2 bin system. ഇവിടെ എന്താണ് നോക്കിയേ, when the items cannot be measured on the basis of any pre-agreed value or the terms, the order will be placed on the basis of logical reasoning after inquiring the volume contained in the containing boxes. Example, plaster of Paris ghosts. നമ്മളിവിടെ ഓൾറെഡി എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതായത് ചില ഐറ്റംസ് നമുക്ക് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം നമുക്ക് ഓർഡർ കൊടുക്കാൻ പറ്റില്ല.
അല്ലെ? ചില ഐറ്റംസ് അങ്ങനെയല്ലേ, മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം നമുക്ക് ഓർഡർ കൊടുക്കാൻ പറ്റില്ല. അതെന്താ ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ്. അത് ആ ഒരു എക്സാമ്പിൾ വെക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഇപ്പൊ നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരിസ് ചെയ്യാനിരിക്കുന്ന ആ ഒരു പൗഡർ ഇല്ലേ, ഒരു പ്ലാസ്റ്റർ ഓഫ് പാരിസ് ചെയ്യാനിരിക്കുന്ന ആ ഒരു സാധനം ഇല്ലേ, കണ്ടിട്ടുണ്ടോ നിങ്ങളത്? ആ ആ ഒരു പൗഡർ. അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സ് ചെയ്യാൻ എടുക്കുന്ന ഒരു തുണിയില്ലേ, ഒരു ക്ലോത്ത് ഇല്ലേ, ഡ്രസ് ചെയ്യാൻ എടുക്കുന്ന, ഇവയൊക്കെ നമുക്ക് ഒരു കൃത്യ അളവ് പറഞ്ഞ് നമുക്ക് ഓർഡർ ചെയ്യും. ഇത്ര കൃത്യ അളവ് ഇത്രയും ബാക്കിയുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? കറക്റ്റ് ഒരു അളവ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അതിനെ? ഇല്ല അല്ലെ? അങ്ങനെ കറക്റ്റ് അളവ് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത, അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അതിന്റെ ആ ഒരു വോളിയം, അതാണ് ഇവിടെ പറയുന്നത്. ആഫ്റ്റർ ഇൻക്വയറിംഗ് ദ വോളിയം കണ്ടെയ്ൻഡ് ഇൻ ദ കണ്ടെയ്നിങ് ബോക്സ്, അത് അടങ്ങിയിരിക്കുന്ന ആ ബോക്സിൽ എത്രത്തോളം വോളിയം ഇനി ബാക്കിയുണ്ട് അല്ലെ നോക്കുന്നേ. നമ്മളൊരു ബോക്സിലാണ് ഈ ഒരു പൗഡർ കൊടുത്തിരുന്നെങ്കിൽ ആ ഒരു ബോക്സിന്റെ 1/4 ഭാഗം അല്ലെങ്കിൽ 1/4 ഭാഗം ഇനി ബാക്കിയുണ്ട് എന്നതനുസരിച്ചല്ലേ നമുക്ക് ഇത് ഓർഡർ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഒരു ഏകദേശമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെ. കറക്റ്റ് നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഒരു ഏകദേശം എത്രത്തോളം ബാക്കിയുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഓർഡർ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. ഇപ്പൊ ആ ഒരു ഡ്രസ്സ് ചെയ്യാൻ എടുക്കുന്ന ഒരു തുണി, അത് നമുക്ക് ഇത്ര അത് ചെലവാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഇത്ര മീറ്റർ അത് ഉപയോഗിച്ചു, ഇത്ര മീറ്റർ ബാക്കിയുണ്ടെന്ന് നമുക്ക് അത് അളന്ന് നോക്കാൻ പറ്റുമോ? അളന്ന് നോക്കാൻ പറ്റുമോ? ഇല്ല. അവരെന്താ ചെയ്യുന്നത്? ആ ഒരു തുണി ഏകദേശം അത് ഒരു റോൾ എത്ര ഉണ്ടാവും, ആ റോളിൽ ഒരു 1/4 ഭാഗം, ഏകദേശം ഒരു 1/4 ഭാഗം തീർന്നിട്ടുണ്ട്, ഒരു 1/4 ഭാഗം ബാക്കിയുണ്ട്, അപ്പൊ അത് ഓർഡർ ചെയ്യണം എന്ന രീതിയിൽ ഒരു ഏകദേശ അളവിലാണ് അവർ ഓർഡർ ചെയ്യുന്നത് അല്ലെ. അതാണ് ഇവിടുത്തെ ട്യൂബിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ അത്? ആ മൂന്നാമത്തെ കാര്യം ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ 3 ടൈപ്പ് നമ്മുടെ കഴിഞ്ഞു കേട്ടോ. കൈൻഡ്സ് ഓഫ് ഓർഡർ ദാറ്റ് ഈസ് പ്ലേസ്ഡ്. നെക്സ്റ്റ് ക്ലാസ് മിസ് തന്നെയാണ് കേട്ടോ. 5 മിനിറ്റ്സ് ബ്രേക്ക് വേണോ? വേണം. ഓക്കെ, ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തോ കേട്ടോ. ലീവ് ചെയ്ത് പോവണ്ട, ഞാൻ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ.
സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്റ്റോറേജ് ആണ് അല്ലെ. നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് പല രീതിയിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ലേ അല്ലെ. അതാണ് ഇവിടെ പറയുന്നത്. ഒരു 7 കാര്യങ്ങൾ പറയുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തൊന്നും പഠിക്കാനില്ല, ജസ്റ്റ് ആ പേര് മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടാ. നോക്കിയേ, ഫസ്റ്റ് വൺ ആണ് ബൾക്ക് സ്റ്റോറേജ് ചെയ്യാം അല്ലെ. അതായത് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും, ബൾക്ക് സ്റ്റോറേജ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. എന്തൊക്കെ ഉണ്ടാവും, എന്തൊക്കെയായിരിക്കും? പേപ്പേഴ്സ് ഉണ്ടാവും, ദെൻ കവേഴ്സ് ഉണ്ടാവും, പ്രിന്റിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെ. അങ്ങനെ ഒരുപാട് സാധനം, അതെ ഇങ്ക് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ബൾക്കായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും അല്ലെ. ദെൻ രണ്ടാമതായിട്ട് ഷെൽഫ് സ്റ്റോറേജ്. ഷെൽഫിൽ എടുത്ത് വെക്കാറില്ലേ സാധനങ്ങള് അല്ലെ. ഷെൽഫിൽ എടുത്ത് വെക്കാറില്ലേ, അതാണ് ഷെൽഫ് സ്റ്റോറേജ് ഉണ്ടാവും. ദെൻ മൂന്നാമതായിട്ട് ബിൻ സ്റ്റോറേജ്. എന്താണ് ബിൻ സ്റ്റോറേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വീട്ടിൽ എന്താണ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കാറ്? ഷെൽഫിൽ എങ്ങനെയാ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ഷെൽഫിൽ വെക്കാറുണ്ട്, അല്ലാതെ നമ്മൾ വെക്കുന്നത് എങ്ങനെയാ? ബോക്സസിലാക്കി, അല്ലെങ്കിൽ എന്താ കണ്ടെയ്നേഴ്സിലാക്കി അല്ലെ. അതിലൊക്കെ ആക്കി അടച്ച്, എന്തെങ്കിലും ടിന്ന് പാത്രങ്ങളിലൊക്കെ ആക്കി അടച്ചു വെക്കാറില്ലേ, അതാണ് ബിൻ സ്റ്റോറേജ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കിയേ, ടെക്നിക്കൽ എൻവയോൺമെന്റ് സ്റ്റോറേജ്. എന്താ? ടെക്നോളജി പരമായ ടെക്നിക്കൽ ആയിട്ടുള്ള ഉപകരണങ്ങൾ സ്റ്റോറേജ് ചെയ്ത് വെക്കുന്ന സ്ഥലങ്ങൾ. ഇപ്പൊ ഫ്രിഡ്ജ് ആവാം, ടെക്നിക്കൽ ആയിട്ടുള്ള ഉപകരണങ്ങൾ, കമ്പ്യൂട്ടർ ആവാം, അതുപോലെയുള്ള അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സ്റ്റോറേജ് ചെയ്ത് വെക്കുന്ന ഒരിടം ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ആണ് ഇവാപറേറ്റീവ് ലിക്വിഡ് സ്റ്റോറേജ്. എന്താണ് ഇവാപറേറ്റീവ്? ബാഷ്പീകരിച്ചു പോകുന്ന ലിക്വിഡ്സ് അല്ലെ. പെട്ടെന്ന് ഇവാപറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ബാഷ്പീകരിച്ചു പോകുന്ന ലിക്വിഡ്സുകൾ, അതായത് സ്പിരിറ്റുകൾ അല്ലെ, അതുപോലുള്ള ലിക്വിഡ്സുകളൊക്കെ സാനിറ്റൈസർ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് എന്ത് ചെയ്യാം, ബാഷ്പീകരിച്ചു പോകും. അപ്പൊ അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു സ്റ്റോറേജ് ഏരിയ ഉണ്ടായിരിക്കും. ഡേഞ്ചറസ് മെറ്റീരിയൽ സ്റ്റോറേജ്. എന്താണ്? രാസവസ്തുക്കൾ അല്ലെ, അല്ലെങ്കിൽ അപകടമായിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ കെമിക്കൽസ് ഒക്കെ എന്ത് ചെയ്യുന്നു, സ്റ്റോറേജ് ചെയ്ത് വെക്കുന്ന സ്ഥലം അല്ലെ. അതിപ്പോ മെർക്കുറി ആവാം, സിഡെക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെറ്റോൾ, ഫിനോയിൽ പോലെയുള്ള ലിക്വിഡ്സ്, ക്ലീനിങ് ലിക്വിഡ്സ് നമ്മൾ ഉപയോഗിക്കാറില്ലേ, അതുപോലെ ഒരു ആന്റിസെപ്റ്റിക് ലിക്വിഡിന്റെ ഒരു ബ്രാൻഡ് നെയിമാണ് സിഡെക്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു ഇടമുണ്ടാകും. ലാസ്റ്റ് 7 1 ആണ് വോളറ്റൈൽ. എന്താണ്? ഈസിലി ഇവാപറേറ്റഡ് അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ. നമ്മളൊരു നോർമൽ ടെമ്പറേച്ചറിൽ ഇരുന്നാൽ പോലും അതിവേഗം വാതകമായി തീരുന്ന സാധനങ്ങളുണ്ടാകും. ഒരു ആൽക്കഹോൾ ആവാം, ക്ലോറോഫോം ആവാം അല്ലെ. അങ്ങനെയുള്ള പെട്ടെന്ന് വളരെ അതിവേഗത്തിൽ ഇങ്ങനെയുള്ള ഇവാപറേഷൻ സംഭവിക്കുന്ന അല്ലെങ്കിൽ വാതകമായി മാറുന്ന സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള സ്റ്റോറേജുകൾ ഉണ്ട് അല്ലെ. ക്ലിയർ ആണോ? ആ ഒരു 7 ടൈപ്സ് ക്ലിയർ ആണോ? എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് അല്ലെ. ജസ്റ്റ് ആ ഒരു 7 എണ്ണത്തിന്റെ പേരുകൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടാ. നെക്സ്റ്റ് വരുന്നത് ടൈപ്സ് ഓഫ് സ്റ്റോർസ് ഇൻ എ ഹോസ്പിറ്റൽ. ഇതും നിങ്ങൾക്ക് അറിയാവുന്നതാണ് കേട്ടാ. നോക്കിയേ, നിങ്ങൾ തന്നെ പറയണം. ടൈപ്സ് ഓഫ് സ്റ്റോർസ് ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിൽ പലതരത്തിലുള്ള സ്റ്റോറുകൾ ഉണ്ടാവും. ഇതിൽ ഇത് മാത്രമല്ല വേറെയും ഉണ്ടാവും. നമുക്ക് ആകെ ഒരു 6 പറഞ്ഞിട്ടുള്ളൂ. ആ ഒരു 6 നിങ്ങൾ നോക്കിയാൽ മതി. നോക്കിയേ, ഫസ്റ്റ് വൺ ആണ് ഡ്രഗ് സ്റ്റോർ. എന്തിനു വേണ്ടിയാണ് ഡ്രഗ് സ്റ്റോർ? വെരി ഗുഡ്, മെഡിസിൻസ് അല്ലെ. ഡ്രഗ്സ്, മെഡിസിൻസ് മുതലായ കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാനാണ് ഡ്രഗ് സ്റ്റോർ ഉള്ളത്. രണ്ടാമതായി സർജിക്കൽ സ്റ്റോർ. എന്തിനായിരിക്കും സർജിക്കൽ സ്റ്റോർ? സർജറിയുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുക്കളും വെക്കാനുള്ള ഒരു സ്റ്റോറാണ് സർജിക്കൽ സ്റ്റോർസ് അല്ലെ. ഐറ്റംസ് എല്ലാം വെക്കാനുള്ളതാണ്. ദെൻ അനസ്തെറ്റിക് സ്റ്റോർസ്. ഏതാണ്? അനസ്തീഷ്യയുമായി ബന്ധപ്പെട്ട ഐറ്റംസ് അല്ലെ, അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരിടമാണ് അനസ്തെറ്റിക് സ്റ്റോർസ് എന്ന് പറയുന്നത്. ദെൻ കിച്ചൺ സ്റ്റോർസ് എന്തുമായി ബന്ധപ്പെട്ടാവാം? കിച്ചൺ സ്റ്റോർസ് പറഞ്ഞേ, നമ്മൾ പഠിച്ചതാണ് അല്ലെ. കിച്ചൺ സ്റ്റോർസ് ഡയറ്ററി സർവീസുമായി ബന്ധപ്പെട്ട് അല്ലെ ഒരുപാട് സാധനങ്ങൾ, ഉപകരണങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അതുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതാണ് കിച്ചൺ സ്റ്റോർസ്. ലിനൻ സ്റ്റോർസ്. ലിനൻ സ്റ്റോർസ് ക്ലോത്ത് അല്ലെ, നമ്മുടെ ആ ഒരു ലോണ്ടറി അല്ലെങ്കിൽ ലിനൻ അല്ലെ, നമ്മുടെ ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് എല്ലാ തരത്തിലുള്ള
വസ്ത്രങ്ങളും അല്ലെ, അതെല്ലാം നമ്മുടെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ലിനൻസിൽ ബെഡ്ഷീറ്റ്സ് ആവാം, മറ്റെന്തെങ്കിലും പില്ലോ കവറുകള്, ക്ലോത്ത് അല്ലെ, ഏതെല്ലാം തരത്തിലുള്ള കർട്ടൻസ് മുതലായ എല്ലാ തരത്തിലുള്ള തുണിത്തരങ്ങളും നമ്മുടെ ഈ ലിനൻ സ്റ്റോറുകളിലാണ് സൂക്ഷിക്കുന്നത്. ലാസ്റ്റ് വൺ ആണ് ജനറൽ സ്റ്റോർസ്. ആ ഒരു ഹോസ്പിറ്റലിലെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും അല്ലെ, കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, എല്ലാ ജനറൽ ആയിട്ടുള്ള സാധനങ്ങളും സൂക്ഷിക്കുന്ന ഇടമാണ് എന്തെന്ന് പറയുന്നത്, ജനറൽ സ്റ്റോർസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അത് അവരാരണം ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നതാണ് സിറ്റുവേഷൻസ് ഓഫ് ദ സ്റ്റോർസ്. കുറച്ച് ഭാഗം നമുക്ക് നോക്കിയിട്ട് നിർത്താം ട്ടാ. നോക്കിയപ്പോ സിറ്റുവേഷൻസ് ഓഫ് ദ സ്റ്റോർസ്, ആ സ്റ്റോറ് നോക്കിയത് ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ദ ലൊക്കേഷൻ ആക്കട്ടെ, അവിടെ ലൊക്കേഷൻ ഓഫ് ദി സ്റ്റോർസ്, ലൊക്കേഷൻ ആക്കട്ടെ, ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ദ ലൊക്കേഷൻ ഓഫ് ദി സ്റ്റോർ. ഒരു ഹോസ്പിറ്റൽ, ഒരു സ്റ്റോർ എവിടെ വരണം, അതിന്റെ ലൊക്കേഷൻ എവിടെ വരണം എന്ന് നിർണ്ണയിക്കുന്ന കുറച്ച് ഘടകങ്ങളുണ്ട് അല്ലെ. നമ്മൾ ഓൾറെഡി ലൊക്കേഷൻ ഒക്കെ പഠിച്ചതാണ് ഒരു ഡിപ്പാർട്ട്മെന്റിന് അല്ലെ. അപ്പൊ പഠിച്ച പോയിന്റ്സ് ഒക്കെ തന്നെയാ പറയുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ നോക്കിയേ, ക്ലോസർനെസ് ടു ദ യൂസർ അല്ലെ. ആരാണോ, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ അത് ഉപയോഗിക്കുന്നത് അവരോട് അടുത്തായിരിക്കണം ഈ സ്റ്റോറിന്റെ ലൊക്കേഷൻ വരേണ്ടത്. ആണോ? ഇപ്പൊ ഒരു ഓപ്പറേഷൻ തിയേറ്റർ, ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിനോട് അടുത്ത് ഏത് സ്റ്റോർ ആയിരിക്കണം വരേണ്ടത്? വളരെ അടുത്തായിട്ട് തൊട്ടടുത്ത് ഏതാണ്? വെരി ഗുഡ്, സർജറി സ്റ്റോർ ആയിരിക്കണം വരേണ്ടത് അല്ലെ. ഇനി ഒരു ഫാർമസിയുടെ അടുത്താണെങ്കിലോ തൊട്ടടുത്തായ ഏത് സ്റ്റോറാ വരേണ്ടത്? ഡ്രഗ് സ്റ്റോർ ആയിരിക്കണം അല്ലെ. മനസ്സിലായോ? അത് ഫസ്റ്റത്തെ ക്ലോസർനെസ് ടു ദ യൂസർ, ആ ഉപയോഗിക്കുന്ന വ്യക്തി ആരാണോ അവരോട് തൊട്ടടുത്തായിരിക്കണം ആ സ്റ്റോറിന്റെ സ്ഥാനം വരേണ്ടത് അല്ലെ. രണ്ടാമത്തത് ഫ്യൂച്ചർ ഗ്രോത്ത് ആൻഡ് ഓർ ഡൈവേഴ്സിഫിക്കേഷൻ പ്രൊസീജിയർ. എന്തായിരിക്കും? ഭാവിയിൽ വിപുലീകരിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം ആ ഒരു സ്റ്റോറിന്റെ ലൊക്കേഷൻ വരേണ്ടത് അല്ലെ. ഇപ്പോ ചിലപ്പോ തുടങ്ങുന്ന സമയത്ത് ചിലപ്പോ വലിയ രീതിയിലൊന്നും ഉണ്ടാവില്ല, എന്നാൽ പോലും പിന്നീട് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് വിപുലീകരിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷൻ തിരിച്ചാണെങ്കിൽ അതിൽ പുതിയ പുതിയ എക്യുപ്മെന്റ്സും കാര്യങ്ങളും നമ്മളത് ആ ഒരു വിഭാഗം വിപുലീകരിക്കുന്ന സമയത്ത് എന്താണ്, അതിന്റെ ആ ഒരു സ്റ്റോറും അതിനനുസരിച്ച് എന്ത് ചെയ്യേണ്ടി വരും, വിപുലീകരിക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ ഭാവിയിൽ അതിനുള്ള സ്ഥലം അവിടെ തികയാതിരിക്കരുത്, അല്ലെങ്കിൽ സ്ഥലം ഉണ്ടാവാതിരിക്കരുത്. അപ്പൊ ഇപ്പോഴും ഭാവിയിൽ ഫ്യൂച്ചർ ആയിട്ടുള്ള ആ ഒരു ഗ്രോത്ത്, വളർച്ചയും കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് ഭാവിയിൽ വിപുലീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇടത്തായിരിക്കണം ഈ സ്റ്റോറിന്റെ ലൊക്കേഷൻ വരേണ്ടത്. മൂന്നാമതായിട്ട് അവൈലബിലിറ്റി ഓഫ് വെഹിക്കിൾസ്. എന്താണ് അവൈലബിലിറ്റി ഓഫ് വെഹിക്കിൾസ് എന്ന് പറയുന്നത്? ഇപ്പൊ നമ്മളൊരു ഡ്രഗ് സ്റ്റോർ ആണെങ്കിൽ അവിടേക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്തതുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ കൊണ്ടുവരും അല്ലെ. തിരിച്ചു കൊണ്ടുപോകാറുണ്ട് അല്ലെ. ഒരു സ്ഥലത്തേക്ക് ചിലപ്പോൾ അവിടുന്ന് കൊണ്ടുപോവേണ്ടതായിട്ട് വരാം, ഈ ഇവിടേക്ക് കൊണ്ടുവരേണ്ടതായിട്ടും വരാം. അപ്പൊ അവിടെ എന്തുണ്ടാവണം? അതിനുള്ള വാഹനങ്ങള് വരാനുള്ള ഒരു ലഭ്യത ഉണ്ടാവണം അല്ലെ. അതെ, ലോഡ് ചെയ്യാനും അൺലോഡ് ചെയ്യാനും ആയിട്ടുള്ള അത് നമുക്ക് ഓൾറെഡി പറയുന്നുണ്ട് നെക്സ്റ്റ് ട്ടാ. ഈ ഒരു വാഹനം അവിടെ എന്താണ് അവൈലബിൾ ആക്കി നിർത്താൻ, അല്ലെങ്കിൽ ലഭ്യമാക്കി നിർത്താനുള്ള ഒരു ഇടം അവിടെ ഉണ്ടായിരുന്നു അല്ലെ. നെക്സ്റ്റ് ഫോർത്ത് വൺ ആണ് പാർക്കിംഗ് ആൻഡ് അൺലോഡിങ്. എന്ത് ചെയ്യണം? ഈ ഒരു സ്റ്റോറിലേക്ക് വരുന്ന വാഹനങ്ങള് പാർക്ക് ചെയ്യാനും ഈ സാധനങ്ങൾ അൺലോഡ് ചെയ്ത് അവിടെ ഇറക്കാനും അല്ലെ, അതിനുള്ള ഒരു സൗകര്യം ഉണ്ടായിരിക്കണം. ഫിഫ്ത് വൺ ആണ് ആഡിക്വേറ്റ് ടേണിംഗ് സ്പേസ്. എന്താ? ആവശ്യമായ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഈ സ്റ്റോറിന്റെ ഉള്ളിൽ ആവശ്യമായ സ്ഥലം ഉണ്ടാവണം. വേണ്ടേ? ഒരു സ്റ്റോർ പണിതിട്ട് കാര്യമില്ല, ആ ഒരു സ്റ്റോറിനുള്ളിൽ ഈ പറയുന്ന എല്ലാ സാധനങ്ങളും വെക്കാനുള്ള സ്ഥലവും കൂടി കാണണം അല്ലെ. അതാണ് ആഡിക്വേറ്റ് ടേണിംഗ് സ്പേസ് എന്ന് പറയുന്നത്. ആവശ്യമായ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ്, മതിയായ സ്പേസ് ഉണ്ടായിരിക്കണം. ഡേഞ്ചറസ് മെറ്റീരിയൽസ്. എന്താണ്? നമുക്ക് എന്തെങ്കിലും സേഫ് ആയിട്ട് ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണെങ്കിൽ അതെല്ലാം സേഫ് ആയിട്ട് വേർതിരിച്ച് വെക്കാൻ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുകയും വേണം അല്ലെ. അങ്ങനെയുള്ള ഡേഞ്ചറസ് മെറ്റീരിയൽസ് ആണെങ്കിൽ അത് വേർതിരിച്ച് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു ഇടം കൂടി ആ ഒരു സ്റ്റോറിനുള്ളിൽ ഉണ്ടായിരിക്കണം.
ഉണ്ടായിരിക്കണം. ദെൻ സേഫ്റ്റി അല്ലെ, സുരക്ഷ അല്ലെ, ആ ഒരു സാധനങ്ങൾ വെക്കുന്നതുമായി ബന്ധപ്പെട്ട സുരക്ഷ, അതുപോലെ അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാരുമായി ബന്ധപ്പെട്ട സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന രീതിയിലായിരിക്കണം ആ ഒരു സ്റ്റോറിന്റെ സ്ഥാനം വരേണ്ടത്. ദെൻ ലാസ്റ്റ് വൺ ആണ് ഇൻഫ്ലേമബിൾ. എന്താ, എന്തെങ്കിലും തീപിടുത്തങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അതിൽ നിന്ന് അല്ലെങ്കിൽ അതൊക്കെ മാറ്റാനുള്ള സൗകര്യം, അല്ലെങ്കിൽ അതിൽ നിന്ന് പെട്ടെന്ന് ആ ഒരു സ്റ്റോറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സൗകര്യം അല്ലെങ്കിൽ ഫെസിലിറ്റി ആ ഒരു സ്റ്റോറിൽ ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഘടകങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഒരു സ്റ്റോറിന്റെ ലൊക്കേഷൻ തീരുമാനിക്കുന്നത്. ക്ലിയർ ആണോ? അത് എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ ആണോ? ക്ലിയർ. സെക്കൻഡ് പോയിന്റ് പറയണോ? ഫ്യൂച്ചർ ഗ്രോത്ത് ഓർ ഡൈവേഴ്സിഫിക്കേഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മൾ തുടങ്ങുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു സ്ഥലം വെച്ചായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു ചെറിയ സ്ഥലമായിരിക്കും എടുക്കുക. പക്ഷെ പിന്നീട് അത് ചിലപ്പോ വിപുലീകരിക്കേണ്ടതായിട്ട് വന്നാൽ അവിടെ ചിലപ്പോൾ അതിന് സ്ഥലം ഉണ്ടാവില്ല. അപ്പൊ എപ്പോഴും അത് തുടങ്ങുന്നതിന് മുൻപ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറിന്റെ ലൊക്കേഷൻ കാണുമ്പോൾ തന്നെ അത് പിന്നീട് വിപുലീകരിക്കാൻ, ഭാവിയിൽ വിപുലീകരിക്കാൻ പറ്റുന്ന രീതിയിൽ ഇടമുണ്ടോ എന്ന് കൂടി പരിശോധിക്കണം. ക്ലിയർ ആണോ? അത് അമൃത? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഡോക്യുമെന്റ്സ് റെക്കോർഡ് ഓർ റെക്കോർഡ്സ് കെപ്റ്റ് ഇൻ സ്റ്റോർ. ഒരു സ്റ്റോറില് നമ്മൾ വെക്കുന്ന കുറച്ച് ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ റെക്കോർഡുകളുണ്ട് അല്ലെ, സൂക്ഷിക്കുന്ന കുറച്ച് ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ റെക്കോർഡുകളുണ്ട്. എന്തൊക്കെയാണ് അവ? ജസ്റ്റ് നിങ്ങൾക്ക് ആ പോയിന്റ്സ് പേരുകൾ മാത്രമേ പഠിക്കാനുള്ളൂ. ജസ്റ്റ് എന്താണെന്ന് മിസ് പറഞ്ഞു തരാം കേട്ടോ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി മാത്രം. നോക്കി, നിങ്ങൾ ആ പേരുകൾ മാത്രമേ ചോദിക്കുള്ളൂ കേട്ടോ, അതിനുള്ളിലുള്ള കാര്യങ്ങളൊന്നും ചോദിക്കില്ല. ഫസ്റ്റ് വൺ ആണ് സ്റ്റോർസ് മാനുവൽ. എന്തായിരിക്കും ഒരു സ്റ്റോർസ് മാനുവൽ എന്ന് പറയുമ്പോൾ ആ ഒരു സ്റ്റോറിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അവിടുത്തെ സ്റ്റാഫുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, ടൈമിംഗ് എന്താണ് എന്ന കാര്യങ്ങളൊക്കെ, ഇങ്ങനെയുള്ള മുതലായ എല്ലാ കാര്യങ്ങളും സൂചിപ്പിക്കുന്ന ഒരു മാനുവലാണ് സ്റ്റോർസ് മാനുവൽ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സ്റ്റോർസ് മാനുവൽ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു സ്റ്റോറുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും, അവിടെയുള്ള കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അവരുടെ ജീവനക്കാരുടെ റെസ്പോൺസിബിലിറ്റീസ്, വർക്കിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ടൈമിങ് അല്ലെ, എത്ര സമയം മുതൽ എത്ര സമയം വരെയാണ് ആ ഒരു സ്റ്റോറിന്റെ പ്രവർത്തനങ്ങൾ എന്നതായുള്ള അങ്ങനെയുള്ള മുതലായ എല്ലാ കാര്യങ്ങളും സൂചിപ്പിക്കുന്നതാണ് ഈ സ്റ്റോർസ് മാനുവൽ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് പർച്ചേസ് റിക്വസിഷൻ. നിങ്ങൾക്കറിയാവുന്നതല്ലേ എന്താണ് ഒരു പർച്ചേസ് റിക്വസിഷൻ? പർച്ചേസ് റിക്വസിഷൻ എന്താ? അത് എവിടെ നിന്ന് എവിടേക്ക് കിട്ടുന്നേ? എന്താണ് പർച്ചേസ് റിക്വസിഷൻ ഒക്കെ പഠിച്ചതല്ലേ? യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കിട്ടുന്ന ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥനയാണ് അല്ലെ. മൂന്നാമതായി പറയുന്നത് പർച്ചേസ് പ്ലാൻ. പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട് പർച്ചേസ് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ആസൂത്രണം, അതാണ് പർച്ചേസിംഗ് പ്ലാൻ എന്ന് പറയുന്നത് അല്ലെ. പർച്ചേസ് ഓർഡർ. എന്താണ് ഒരു പർച്ചേസ് ഓർഡർ? പർച്ചേസ് ഓർഡർ എന്താ? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റും സപ്ലയേഴ്സും തമ്മിലുള്ള ഒരു ലീഗൽ എഗ്രിമെന്റ് അല്ലെ. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റും സപ്ലയറും തമ്മിലുള്ള ഒരു ലീഗൽ എഗ്രിമെന്റ് ആണ് പർച്ചേസിംഗ് ഓർഡർ എന്ന് പറയുന്നത് അല്ലെ. ഇത്രയും കാര്യങ്ങള് ക്ലിയർ ആണോ? ജസ്റ്റ് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. കൂടുതലായിട്ട് ഡീറ്റെയിൽ ഒന്നും നിങ്ങൾ അറിയാം, ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞാണ് കേട്ടോ മിസ്. നെക്സ്റ്റ് ഡെലിവറി ചെല്ലാൻ. എന്താണ് ഒരു ഡെലിവറി ചെല്ലാൻ എന്ന് പറയുന്നത്? എന്തായിരിക്കും? ഒരു സാധനം അല്ലെ, ഒരു സാധനം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ആവശ്യമായ ഒരു ഫോർമൽ ഡോക്യുമെന്റ് ആണ് ഡെലിവറി ചെല്ലാൻ എന്ന് പറയുന്നത് അതെ. ഓർഡർ ഓഫ് സർപ്രൈസ്. ഇപ്പൊ നമ്മൾ സാധനം എന്താണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ഫോർമൽ ഡോക്യുമെന്റ് ആണ്. ഇത് എപ്പോഴാണ് ഈ ഡെലിവറി ചെല്ലാൻ ഇവർക്ക് കിട്ടുന്നത്? ഇവർക്ക് ആരാ കൊടുക്കുക ഡെലിവറി ചെല്ലാൻ? ഈ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് ആരാ കൊടുക്കുന്ന ഡെലിവറി ചെല്ലാൻ? ആരാ ആർക്ക് കൊടുക്കും? ഇവരാണ് കൊടുക്കുന്നത്. ഇവിടുന്ന് എന്തെങ്കിലും സാധനം കൊണ്ടുപോകാനുണ്ടോ? സപ്ലയേഴ്സ് അല്ലെ. സപ്ലയേഴ്സ് എന്ത് ചെയ്യും? ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഈ ഫോർമൽ ഡോക്യുമെന്റ് ആർക്ക് കൊടുക്കും? ഈ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കും, അല്ലെങ്കിൽ സ്റ്റോറിലേക്ക് കൊടുക്കും. ക്ലിയർ ആണോ? നെക്സ്റ്റ് ഗുഡ്സ് റിസീവ്ഡ് നോട്ട്. എന്തായിരിക്കും? ആ പേരിൽ നിന്ന് തന്നെ പറഞ്ഞൂടെ? ഗുഡ്സ് റിസീവ്ഡ് നോട്ട് പേരിൽ നിന്ന് തന്നെ പറയാലോ. ഗുഡ്സ് റിസീവ്ഡ് നോട്ട്. സ്റ്റോറിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ സപ്ലയേഴ്സിൽ നിന്ന് വന്നു അല്ലെ,
അതാണ് ഗുഡ്സ് റിസീവ്ഡ് ആയിട്ടുള്ള അല്ലെ. ഏതൊക്കെ സാധനങ്ങളാണ് ആ സ്റ്റോറിലേക്ക്, എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അവരിൽ നിന്ന് ആ സ്ഥാപനത്തിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വന്നു അല്ലെ, സ്വീകരിച്ചിട്ടുണ്ട്, റിസീവ് ചെയ്തിട്ടുണ്ട് എന്നതാണ് ഗുഡ്സ് റിസീവ്ഡ് നോട്ട് എന്ന് പറയുന്നത്. ഇനി ഗുഡ്സ് റിട്ടേൺഡ് നോട്ട് എന്താ? നേരെ ഓപ്പോസിറ്റ്. എന്താ ഗുഡ്സ് റിട്ടേൺഡ് നോട്ട് എന്ന് പറയുമ്പോൾ? റിട്ടേൺ ചെയ്തിരിക്കുന്ന സാധനങ്ങൾ അല്ലെ, നമുക്ക് ഇഷ്ടപ്പെടാത്തത് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ളത് അല്ലെങ്കിൽ നമ്മൾ റിട്ടേൺ കൊടുക്കും അല്ലെ. അപ്പൊ വന്നിരിക്കുന്ന സാധനങ്ങളില് എന്തൊക്കെയാണോ നമ്മൾ അവിടുത്തെ റിട്ടേൺ ചെയ്തിരിക്കുന്നത് അതിനെ കുറിച്ചുള്ള നോട്ടാണ് ഗുഡ്സ് റിട്ടേൺ നോട്ട് എന്ന് പറയുന്നത്. റെക്കോർഡാണ് കേട്ടോ. നെക്സ്റ്റ് ആണ് മെറ്റീരിയൽസ് റിക്വസിഷൻ നോട്ട്. ഇനി ചില ഹോസ്പിറ്റലുകള് അവർക്ക് ചില ഡ്രഗ്സ് ഒക്കെ എന്ത് ചെയ്യും, അവരല്ലെങ്കിൽ മെഡിസിൻസ് ഒക്കെ ചിലപ്പോൾ അവര് തന്നെ അവിടെ വെച്ച് തന്നെ, ആ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ സ്വന്തമായിട്ട് അങ്ങനെ അവർ മാനുഫാക്ചർ ചെയ്യുമ്പോൾ അതിനു വേണ്ടി ഒരുപാട് സാധനങ്ങൾ ആവശ്യമായിട്ട് വരാലോ. അപ്പൊ അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഒക്കെ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു അഭ്യർത്ഥനയാണ് ഒരു മെറ്റീരിയൽസ് റിക്വസിഷൻ നോട്ട്. മാനുഫാക്ചറിങ് സ്വന്തമായിട്ട് അവരെന്താണോ മാനുഫാക്ചർ ചെയ്യുന്നത് ആ സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ആവശ്യമായി വരുന്ന മെറ്റീരിയൽസിന്റെ അഭ്യർത്ഥനയാണ് മെറ്റീരിയൽസ് റിക്വസിഷൻ നോട്ട് എന്ന് പറയുന്നത്. ദെൻ ബിൻ കാർഡ് അറിഞ്ഞൂടെ നിങ്ങൾക്ക്? ബിൻ കാർഡ് അറിയാലോ അല്ലെ? ബിൻ കാർഡ് പഠിച്ചിട്ടില്ലേ? ഫാർമസിയില് പഠിച്ചിരുന്നു അല്ലെ? എന്താണ് ഒരു ബിൻ കാർഡ്? അതിൽ എന്താ സൂചിപ്പിക്കുന്നത്? എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? പേര്, മെഡിസിൻസിന്റെ ഒക്കെ പേരുകൾ ഉണ്ടാവും. പിന്നെന്താ, അതെന്താ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും അല്ലെ. അതായത് സ്റ്റോറില് ഐറ്റംസിന്റെ ഒരു സ്റ്റോറില് ഓരോ ഐറ്റംസിന്റെയും സ്റ്റോക്ക് പൊസിഷൻ എങ്ങനെയാണെന്ന് സൂചിപ്പിക്കുന്നതാണ് ഒരു ബിൻ കാർഡ് എന്ന് പറയുന്നത് അല്ലെ. ഒരു സ്റ്റോക്ക് പൊസിഷൻ അല്ലെ, ഒരു നമ്പർ, ആൽഫബറ്റിക് ഓർഡറിലുള്ള നമ്പർ ഒക്കെ ശരിയാണ് അല്ലെ. ഒരു ബിൻ കാർഡ് എന്നതുകൊണ്ട് നമ്മുടെ ഒരു സ്റ്റോറിൽ ഉദ്ദേശിക്കുന്നത് എന്താ? ആ സ്റ്റോറില് ഐറ്റംസിന്റെ എന്താണ് സ്റ്റോക്ക് ലെവൽ എത്രത്തോളം ഉണ്ട് അല്ലെ, എന്നാലും സ്റ്റോക്ക് പൊസിഷൻ എത്രത്തോളം ഉണ്ട് എന്നതിനെ സൂചിപ്പിക്കുകയാണ് കേട്ടോ. ബിൻ കാർഡ് എന്ന് പറയുമ്പോൾ ആ ഒരു സ്റ്റോറില് ആ ഒരു ഐറ്റത്തിന്റെ സ്റ്റോക്ക് പൊസിഷൻ എങ്ങനെയാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഒരു ബിൻ കാർഡ്. നെക്സ്റ്റ് വരുന്നത് സ്റ്റോർസ് ലെഡ്ജർ ആണ് കേട്ടോ. ലെഡ്ജർ ആണ് കേട്ടോ, എസ് അല്ല ആർ ആണ്. ലെഡ്ജർ കേട്ടോ. സ്റ്റോർസ് ലെഡ്ജർ എന്താണ്? സ്റ്റോർസ് ലെഡ്ജർ ഒരു സ്റ്റോറിൽ എന്തൊക്കെ ഐറ്റംസ് സ്റ്റോക്ക് ഉണ്ട് എന്ന് നമ്മൾ കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിനെയാണ് സ്റ്റോർസ് ലെഡ്ജർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിന്. ഇനി ലാസ്റ്റ് വരുന്നത് ഡെഡ് സ്റ്റോക്ക് രജിസ്റ്റർ. അപ്പൊ ഇതിൽ നിന്ന് പറയാലോ നിങ്ങൾക്ക്, ഡെഡ് സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഡെഡ് ആയിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ എന്തൊക്കെയായിരിക്കാം? ഡെഡ് ആയിട്ടുള്ളതെന്ന് പറയുമ്പോ എന്തായിരിക്കാം എന്ന് പറഞ്ഞു നോക്കിയാ? എക്സ്പയറി കഴിഞ്ഞത് അല്ലെ, എക്സ്പയർഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താ ഔട്ട് ഓഫ് ഫാഷൻ, ഡാമേജ്ഡ് ആയിട്ടുള്ളത്, എക്സ്പയർ ആയിട്ടുള്ളത്, ഔട്ട് ഓഫ് ഫാഷൻ അല്ല ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളത് അല്ലെ. അങ്ങനെ കാലഹരണപ്പെട്ട സാധനങ്ങള്, സ്റ്റോക്കുകളെ കുറിച്ച് രേഖപ്പെടുത്തുന്നതാണ് ഡെഡ് സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അത് ആ പറയുന്ന റെക്കോർഡ്സ് ഒരു ഐഡിയ കിട്ടിയോ അതിനെ പറ്റി എന്താണെന്നുള്ളത്? ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അതെന്താണെന്നൊന്നും ചോദിക്കില്ല കേട്ടോ. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാലോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം സ്റ്റോർ വേരിയേഷൻസ്. സ്റ്റോറിൽ വരുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാരും അല്ലെ. സ്റ്റോക്കിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരാം? എങ്ങനെയൊക്കെ സ്റ്റോക്കിൽ വ്യത്യാസം വരാം നോക്കിയേ. ഇറ്റ് ഈസ് ഡ്യൂ ടു റോങ് എൻട്രീസ്. തെറ്റായി രേഖപ്പെടുത്തലുകൾ അല്ലെ. റോങ് എൻട്രീസ് ചെയ്താൽ സ്റ്റോക്കിൽ വ്യത്യാസം വരുമോ? തെറ്റായി രേഖപ്പെടുത്തിയാല് ഇപ്പൊ നമ്മള് ഒരു സാധനം നമുക്ക് പർച്ചേസ് ചെയ്ത് കിട്ടിയിരിക്കുന്നത് ചിലപ്പോ ഒരു 10 എണ്ണം ആയിരിക്കാം. പക്ഷെ അതിൽ എൻട്രി ചെയ്ത് കൊടുക്കുന്നത് 20 എണ്ണം എന്നാണ്. അപ്പൊ അവിടെ സ്റ്റോക്കിന്റെ ആ ഒരു ലിസ്റ്റിൽ വ്യത്യാസം വരുന്നില്ലേ? സ്റ്റോക്ക് ലെവലില് ഇപ്പൊ 10 എണ്ണമാണ് ശരിക്കും ഓൾറെഡി ഉള്ളൂ. പക്ഷെ 20 എണ്ണം അതിൽ എൻട്രി ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ 10 എണ്ണത്തിന് ഒരു വ്യത്യാസം വരുന്നുണ്ട് അല്ലെ. അതൊന്നാമത്തെ കാര്യം. അതാണ് റോങ് എൻട്രീസ്, തെറ്റായി രേഖപ്പെടുത്തുന്നത് മൂലം. രണ്ടാമതായിട്ട് ഷോർട്ടേജ് വരുന്നത് മൂലം, എന്തെങ്കിലും കുറവുകൾ വരുന്നത് മൂലം, അല്ലെങ്കിലോ ഓവർ ഇഷ്യൂസ് എന്തെങ്കിലും കൂടുന്നത് മൂലം അല്ലെ, കൂടി വരുന്നത് മൂലമാവാം. ആൻഡ് കെപ്റ്റ് ഇൻ റോങ് ബിൻ. ഇനി എന്തെങ്കിലും സാധനങ്ങള് സൂക്ഷിക്കുന്ന ബിന്നുകള് മാറിപ്പോകുന്നതാവാം. നമ്മൾ ചില വീടുകളിലൊക്കെ ചിലത് എന്ത് ചെയ്യും, നമ്മൾ മാറി വേറെ എന്തെങ്കിലും ഒക്കെ കൊണ്ടുപോയിടും അല്ലെ.
ആണോ? ഒരു മെഡിസിൻ ആണെങ്കിൽ അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ ബോക്സിൽ നിന്ന് മറ്റൊരു ബോക്സിലേക്ക് ചിലപ്പോൾ അറിയാതെ മാറി ഇട്ടിട്ടുണ്ടാവും അല്ലെ? അവിടെ നമ്മൾ സ്റ്റോക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ അത് കാണാൻ പറ്റുമോ? കാണോ? അപ്പൊ നോക്കുന്ന സമയത്ത് അത് കാണോ? ഇല്ല. അപ്പൊ കുറവ് കാണിക്കില്ലേ? അതില് വ്യത്യാസം കാണിക്കില്ലേ? അങ്ങനെ അതുപോലെ തന്നെ പിൽഫറേജ്. എന്താണ് ഒരു പിൽഫറേജ്? പഠിച്ചോ? നമ്മള് ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ പഠിച്ചിരുന്നോ പിൽഫറേജ്? പഠിച്ചിരുന്നോ? എല്ലാം മറന്നുപോയി. കളവ് നടത്തുക അല്ലെങ്കിൽ മോഷണം നടത്തുക അല്ലെ? അപ്പൊ ഇവിടെ എന്താണ്? എന്തെങ്കിലും സാധനങ്ങൾ ആ ഒരു സ്റ്റോറിൽ നിന്ന് മോഷണം പോയാൽ അല്ലെങ്കിൽ കളവ് പോയാൽ അവിടെയും ആ ഒരു സ്റ്റോക്കിൽ വ്യത്യാസം വരില്ലേ? വരില്ലേ? അതുപോലെ തന്നെ ഇവാപറേഷൻ. എന്താ? എന്തെങ്കിലുമൊക്കെ സാധനങ്ങള് ബാഷ്പീകരിച്ചു പോയാല് അല്ലെ? ചില ലിക്വിഡ്സ് ഒക്കെ എങ്ങനെയായിരിക്കും? നമ്മൾ പറഞ്ഞോളൂ അല്ലെ? ഓൾറെഡി സ്പിരിറ്റ് ആവാം, ആൽക്കഹോൾ, സ്പിരിറ്റ്, ക്ലോറോഫോം മുതലായവ ചിലപ്പോ എന്താണ് നോർമൽ ടെമ്പറേച്ചറിലൊക്കെ ചിലപ്പോൾ അത് എന്ത് ചെയ്യാം? ഓൾറെഡി ഇവാപറേറ്റ് ചെയ്ത് പോവാം അല്ലെ? ബാഷ്പീകരിച്ചു പോവാം. അപ്പോഴും അതിന്റെ സ്റ്റോക്ക് ലെവൽ വ്യത്യാസം വരില്ലേ? അതുപോലെ തന്നെ വേസ്റ്റ് ആയി പോവുക. എന്താണ് അവിടെ വേസ്റ്റ് ആയി പോവുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? ഔട്ട്ഡേറ്റഡ് ആയി പോവുക അല്ലെങ്കിൽ എക്സ്പയർ ആയി പോയാലും അവിടുത്തെ ആ ഒരു സ്റ്റോക്ക് ലെവലിൽ വ്യത്യാസം വരാം. ക്ലിയർ ആയോ? അത് സ്റ്റോക്ക് വേരിയേഷൻസ് വരുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നാമത്തത് റോങ് എൻട്രീസ്. എന്താ? തെറ്റായി രേഖപ്പെടുത്തുന്ന മൂലമാവാം, എന്തിന്റെയും കുറവുകൾ വരുന്നത് കൊണ്ടാവാം, ചിലപ്പോ എന്താണ് സാധനങ്ങളുടെ എണ്ണം കൂടുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ എന്താണ് റോങ് ബിന്നില് കെപ്റ്റ് ചെയ്യുന്നതും എന്താണ് സാധനങ്ങൾ സൂക്ഷിക്കുന്ന ബിന്നുകൾ മാറിപ്പോകുന്നത് കൊണ്ടാവാം, മോഷണം അല്ലെങ്കിൽ കളവുകൾ നടത്തുന്നത് കൊണ്ടാവാം, എന്തെങ്കിലും ഐറ്റംസ് ഇവാപറേറ്റ് ചെയ്ത് പെട്ടെന്ന് ബാഷ്പീകരിച്ച് പോകുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ എന്താ വേസ്റ്റുകൾ ഔട്ട്ഡേറ്റഡ് ആവുകയോ അല്ലെങ്കിൽ എക്സ്പയർഡ് ആവുകയോ ചെയ്യുന്നതിലൂടെയോ അല്ലെങ്കിൽ ഡാമേജ് വരുന്നതിലൂടെയൊക്കെ നമുക്ക് എന്താ ആ ഒരു സ്റ്റോക്കില് വ്യത്യാസങ്ങൾ വരാം. ക്ലിയർ ആണോ? ദെൻ പിൽഫറേജ് എന്ന് പറയുന്നത് ദ ആക്ട് ഓഫ് സ്റ്റീലിംഗ് തിങ്സ് ഓഫ് ലോ വാല്യൂ. കുറഞ്ഞ മൂല്യമുള്ള സാധനങ്ങൾ മോഷണം നടത്തുന്നതിനെയാണ് പിൽഫറേജ് എന്ന് പറയുന്നത് അല്ലെ? കുറഞ്ഞ മൂല്യമുള്ള സാധനങ്ങൾ മോഷണം നടത്തുന്നതിനെയാണ് പിൽഫറേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ ആ ഭാഗം? സ്റ്റോർ വേരിയേഷൻസ് ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റോക്ക് വേരിഫിക്കേഷൻ. ഇങ്ങനെ ഒരു സ്റ്റോക്ക് വേരിഫിക്കേഷൻ നടത്തുന്നത് കൊണ്ടുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? നോക്കിയേ. ഫസ്റ്റ് വൺ ആണ് അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്വം അല്ലെ? ആരുടെ ഉത്തരവാദിത്തമാണ് ഇവിടെ? നോക്കി, അവിടെ ഒരു സ്റ്റാഫുകൾ ഇപ്പൊ ഒരു സ്റ്റോക്ക് വെരിഫൈ ചെയ്യുന്നത് കൊണ്ട് അപ്പൊ ആ ഒരു സ്റ്റോക്ക് വെരിഫൈ ചെയ്യുമ്പോൾ അവിടെയുള്ള ജീവനക്കാര് കൃത്യമായിട്ട് ഓരോ ജോലികളും ചെയ്യുന്നുണ്ടോന്ന് മനസ്സിലാക്കാൻ പറ്റില്ലേ? അല്ലെ? പല കാരണങ്ങളും അവരുടേതായ തെറ്റുകൾ കൊണ്ടായിരിക്കും ആ ഒരു സ്റ്റോക്കിൽ വ്യത്യാസങ്ങൾ വരുന്നത് അല്ലെ? അവർ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടല്ലേ വ്യത്യാസം വരുന്നത്. അവരുടെ ഉത്തരവാദിത്തം എത്രത്തോളം ഉണ്ട് അല്ലെ? അക്കൗണ്ടബിലിറ്റി. അവിടെ ഉള്ള വർക്ക് ചെയ്യുന്ന ഓരോ ജീവനക്കാരും ശരിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ, നല്ല ഉത്തരവാദിത്തത്തോടുകൂടി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമതായിട്ട് ആക്യുറസി. എത്ര കൃത്യതയോട് കൂടിയാണ് അവർ ജോലി ചെയ്യുന്നത്? വളരെ കൃത്യമായിട്ടാണോ ഓരോ സാധനങ്ങളും കൃത്യമായിട്ടാണ് കാര്യക്ഷമമായിട്ടാണോ അല്ലെങ്കിൽ കൃത്യമായിട്ടാണോ അവിടെ ഓരോ കാര്യങ്ങളും എന്ത് ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റില്ലേ? മൂന്നാമതായിട്ട് ഒബ്സർവിംഗ് ഓഫ് തെഫ്റ്റ് ആൻഡ് പിൽഫറേജ്. മോഷണങ്ങളോ കള്ളത്തരങ്ങളോ അല്ലെ? മോഷണങ്ങളോ അല്ലെങ്കിൽ കളവുകളോ നടക്കുന്നുണ്ടോ എന്ന് എന്താണ് നിരീക്ഷിക്കാനായിട്ട് സാധിക്കില്ലേ? നമുക്ക് ആ ഒരു സ്റ്റോക്ക് വെരിഫിക്കേഷൻ നടത്തുമ്പോൾ ആ ഒരു സ്റ്റോക്കിലെ വ്യത്യാസങ്ങൾ കണ്ടാല് നമുക്ക് അവിടെ നിന്ന് എങ്ങനെയാണ് അത് മോഷണം പോയതാണോ കളവ് വന്നതാണോ എന്ന കാര്യങ്ങൾ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ നിരീക്ഷിക്കാനായിട്ട് സാധിക്കും. നാലാമതായി എക്സാമിനിങ് ഓഫ് സിസ്റ്റംസ്. ഇനി എന്താ? ആ സ്റ്റോറിലെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ സാധിക്കും. അഞ്ചാമതായിട്ട് റിവ്യൂ ഓഫ് സേഫ്റ്റി. എന്താ? അവിടുത്തെ സ്റ്റാഫുകളുടെ സുരക്ഷയുടെ അവലോകനം നടത്താൻ സാധിക്കും. 5 ഒബ്ജക്റ്റീവ്സ് ആണ് ഒരു സ്റ്റോക്ക് വെരിഫിക്കേഷൻ ഉള്ളത്. ഒന്നാമത്തത് അക്കൗണ്ടബിലിറ്റി. അവിടുത്തെ ജീവനക്കാർ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി എല്ലാ ജോലികളും കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമതായിട്ട് ആക്യുറസി. വളരെ കൃത്യത. ആ ഒരു ഓരോ സാധനങ്ങളും സ്റ്റോക്ക് ചെയ്യുന്നതിൽ നല്ല കൃത്യതയോട് കൂടിയാണോ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. മൂന്നാമതായിട്ട് എന്തെങ്കിലും കളവുകളോ മോഷണങ്ങളോ നടക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് നിരീക്ഷിക്കാനായിട്ട് സാധിക്കും. നാലാമതായിട്ട് ആ സ്റ്റോറിലെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അഞ്ചാമതായിട്ട് അവിടുത്തെ ജീവനക്കാരുമായി ബന്ധപ്പെട്ട അല്ലെ സ്റ്റാഫുകളുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട അവലോകനങ്ങൾ നടത്താനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ 5 പോയിന്റ്സ്?
ഓക്കെ, നമ്മൾ ആ ഒരു ഭാഗം കഴിഞ്ഞു കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പുതിയൊരു ഭാഗത്തേക്ക് കിടക്കാണ്. അതൊന്ന് ജസ്റ്റ് ഒരു കുറച്ച് മാത്രം ഈ ഒരു കോഡിഫിക്കേഷനും ആ ഒരു കോഡിഫിക്കേഷൻ സിസ്റ്റംസും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ട്ടാ. ഓക്കെ, എന്താണ് ഒരു കോഡിഫിക്കേഷൻ? കോഡുകളൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? ഓരോരോ സാധനങ്ങൾ നമ്മൾ കോഡ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാറില്ലേ? അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. കോഡ് ഉപയോഗിച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. കുറച്ച് ഭാഗം അതിനനുസരിച്ചുള്ള ബാർ കോഡുകൾ പോലെ കോഡുകൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, കോഡിഫിക്കേഷൻ എന്താണ്? ഒരു കോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കോഡിഫിക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് റെപ്രസെന്റിങ് ഓൾ ഐറ്റം ബൈ എ നമ്പർ ഓർ ആൽഫബറ്റ്. എന്താണ് കോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? എന്താ ഇവിടെ ഒരു നമ്പർ ഉപയോഗിച്ച്, അല്ലെങ്കിൽ എന്താ ഒരു നമ്പർ എന്ന് വെച്ചാൽ 1 2 3 അല്ലെ, അങ്ങനെയുള്ള ഒരു നമ്പർ ഉപയോഗിച്ചാകാം, അല്ലെങ്കിൽ ഒരു ആൽഫബറ്റ്സ് ABCD പോലെയുള്ള ആൽഫബറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഒരു ഐറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നു. അതാണ് കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഒരു നമ്പർ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ആൽഫബറ്റ്സ് ABCD എന്ന് പറയുന്ന ഒരു ആൽഫബറ്റ് ഉപയോഗിച്ചുകൊണ്ടോ നമുക്കൊരു ഐറ്റത്തിനെ അല്ലെങ്കിൽ ഒരു സാധനത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ സൂചിപ്പിക്കാൻ സാധിക്കും. അതാണ് കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. Then the digits of which shows, ഈ ഒരു ഡിജിറ്റ് വഴി ഒരു നമ്പർ ആവാം അല്ലെങ്കിൽ ഒരു ആൽഫബറ്റ് ആവാം അല്ലെ, നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ആ ഒരു ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നതാണല്ലോ. അപ്പൊ അത് വെച്ച് നമുക്ക് ആ ഒരു ഐറ്റം ഏത് ഗ്രൂപ്പിലെയാണ്, ഏത് സബ് ഗ്രൂപ്പിലെയാണ്, ഏത് ടൈപ്പ് ഐറ്റം ആണ്, അതുപോലെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഐറ്റം, ആ ഒരു ഐറ്റത്തിന്റെ ക്വാണ്ടിറ്റിയിൽ വ്യാപ്തി എത്രത്തോളം ഉണ്ട്, എത്ര അളവിൽ അത് സൂക്ഷിക്കുന്നുണ്ട് എന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു കോഡ് ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ആ ഒരു ആദ്യത്തെ ഭാഗം പറയുന്നത്. ഒന്നുകൂടി ശ്രദ്ധിക്കാൻ കിട്ടാത്തവരുണ്ടെങ്കിൽ, കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താ? ഇസ് ദ പ്രോസസ് ഓഫ് റെപ്രസെന്റിങ് ഓൾ ഐറ്റം ബൈ എ നമ്പർ ഓർ ആൽഫബറ്റ്. ഒരു നമ്പർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു ആൽഫബറ്റ് ഉപയോഗിച്ചുകൊണ്ടോ ഒരു ഐറ്റം, ഒരു സാധനത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ സൂചിപ്പിക്കാനായിട്ട് സാധിക്കുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്പർ ഉപയോഗിച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറില്ലേ? ഓരോ നമ്പേഴ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ സൂചിപ്പിക്കുകയാണ്. പിന്നെ ഒരു ഐറ്റം ആണ്, നമുക്ക് ആ നമ്പർ ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാവും. ആ ഒരു നമ്പർ അല്ലെങ്കിൽ ആ ഒരു ഡിജിറ്റ് ഉപയോഗിച്ച് നമുക്ക് ആ ഒരു ഐറ്റത്തെ ഏത് ഗ്രൂപ്പിൽ പെടുന്നതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും, ഏത് സബ് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത് മനസ്സിലാക്കാൻ പറ്റും, ഏത് ടൈപ്പ് ഓഫ് ഐറ്റം ആണ് അതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഐറ്റം, ആ ഐറ്റത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ എത്ര അളവിൽ അത് സൂക്ഷിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആണോ കോഡിഫിക്കേഷൻ? ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കോഡിഫിക്കേഷൻ ഓഫ് സിസ്റ്റംസ്. കുറച്ച് കാര്യങ്ങൾ, ഒരു 5-6 പോയിന്റ് നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്. ജസ്റ്റ് വേറെ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ജസ്റ്റ് നിങ്ങൾ അത് എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഫസ്റ്റ് വൺ ആണ് ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റം. ഓരോ സിസ്റ്റത്തെ കുറിച്ച് പഠിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് വൺ ആണ് ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റം. എന്തായിരിക്കും? പ്രൊവൈഡിങ് numbers to understand the groups in a store. കേട്ടാ, സ്റ്റോർ എന്നാക്കാട്ടോ, അവിടെ സ്റ്റോർ എന്നാ കിടക്കുന്നേ, സ്റ്റോർ എന്നാക്കാട്ടോ. ഒരു സ്റ്റോറിലെ ഈ ഒരു ഐറ്റത്തിന്റെ ഗ്രൂപ്പ് ഏതാണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? എന്തിലൂടെ ആയിരിക്കും ഈ ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റത്തിനെ മനസ്സിലാക്കാൻ പറ്റുന്നത്? എങ്ങനെയായിരിക്കും? പറഞ്ഞല്ലോ, വേദ പറഞ്ഞു അല്ലെ, നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെ. വെരി ഗുഡ്. നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു കോഡ് കണ്ടെത്താൻ പറ്റും അല്ലെ, ആ ഒരു ഐറ്റം എന്താണെന്ന് കണ്ടെത്താൻ പറ്റും. അപ്പൊ പ്രൊവൈഡിങ് നമ്പേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ്, നമ്പേഴ്സ് ആണ് നമുക്ക് തരുന്നത്. ആ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ആ സ്റ്റോറിലുള്ള ആ ഗ്രൂപ്പ് ഏതാണ്, ആ ഒരു ഐറ്റത്തിന്റെ ഗ്രൂപ്പ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 0-99. ഇത് എന്തിന്റെ കോഡാണെന്നാ പറഞ്ഞിരിക്കുന്നത്? സർജിക്കൽ ഐറ്റംസിന്റെ കോഡാണ്. ന്യൂമറിക്കൽ കോഡാണ് കേട്ടോ. സർജിക്കൽ ഐറ്റംസിന്റെ ഒരു കോഡാണ് ഈ പറഞ്ഞിരിക്കുന്നത് 0-99 എന്ന് പറയുന്ന ഒരു കോഡ്. ആ ഒരു കോഡ് ഉദ്ദേശിക്കുന്നത് എന്താ? ആ ഒരു സ്റ്റോറില് ഈ സർജിക്കൽ ഐറ്റംസ് പറയാം ആ ഒരു ഗ്രൂപ്പ് ഏതാണ് എന്നുള്ളത് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ന്യൂമറിക്കൽ കോഡാണ് ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ക്ലിയർ ആയോ? ഫസ്റ്റ് വൺ ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ ആ ഒരു നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ആ ഗ്രൂപ്പിനെ ആ സ്റ്റോറിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതാണ്. രണ്ടാമത്തത് അതെ 0-99 ഇങ്ങനെയാണ് പറയുന്നത് കേട്ടോ. നോക്കിയേ, നെക്സ്റ്റ് വൺ നോക്കിയേ.
ആൽഫബറ്റിക്കൽ കോഡ്. ആൽഫബറ്റിക്കൽ ആകുമ്പോൾ അറിയാലോ, ആൽഫബറ്റ്സ് അല്ലെ, ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. ശരിയാണ്. ആൽഫബറ്റ്സ് ആർ യൂസ് ടു കോഡിഫൈ ദ മെറ്റീരിയൽസ്. മെറ്റീരിയൽസിനെ കോഡ് ചെയ്യാനായിട്ട് ആൽഫബറ്റ്സ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പൊ ഒരു സർജിക്കൽ, ഇവിടെ അതാണ് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ സർജിക്കൽ എക്യുപ്മെന്റ്സ് ആണെങ്കിൽ അതിന്റെ ഫസ്റ്റ് ലെറ്റർ 3 ലെറ്റേഴ്സ്, ഫസ്റ്റ് 3 ലെറ്റേഴ്സ് യൂസ് ചെയ്യും അല്ലെ. അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങളൊന്ന് തിരുത്തിയേക്കാം കേട്ടോ. ഫോർ എക്സാമ്പിൾ SU എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, R കൂടി കൊടുക്കാം കേട്ടോ. SUR 3 ഐറ്റം, 3 പേരാണ്. ആ പേരിന്റെ ആദ്യത്തെ 3 ലെറ്റേഴ്സ് ആണ് അവിടെ എടുക്കുന്നത് കേട്ടോ. SUR തിരുത്തിയോ? അത് പിന്നെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവും കേട്ടോ, അതുകൊണ്ടാ പറയുന്നത്. SUR എന്നാക്കാം കേട്ടോ. അപ്പൊ അവിടെ എന്താ, ആൽഫബറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മെറ്റീരിയൽസിനെ കോഡ് ചെയ്യാവുന്നതാണ്. അതിൽ ആദ്യത്തെ ആ ലെറ്ററിന്റെ ആദ്യത്തെ 3 അക്ഷരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു സർജിക്കൽ എന്ന് പറയുന്ന വേർഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു എന്താണ് കോഡാണ് SUR എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അത് ആൽഫബറ്റിക്കൽ കോഡ്, ന്യൂമറിക്കൽ ആൻഡ് ആൽഫബറ്റിക്കൽ കോഡ് രണ്ടും ക്ലിയർ ആയോ? ആ രണ്ടും കിട്ടാത്തത് ആരെങ്കിലും ഉണ്ടോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ആണ്. തേർഡ് വൺ ആണ് ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം. ആൽഫ ന്യൂമറിക്കൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതെ, ഒരു കോമ്പിനേഷൻ ആണ് അല്ലെ. ആൽഫബറ്റിക്സിന്റെയും ന്യൂമറിക്കൽ സിസ്റ്റത്തിന്റെയും ഒരു കോമ്പിനേഷൻ ആണ്. രണ്ടും ഉണ്ടായിരിക്കും അല്ലെ. യൂസ് ആൽഫബറ്റ്സ് ടു ഷോ മെയിൻ ഗ്രൂപ്പ്സ്. എന്താ, ഒന്നില്ലെങ്കിൽ അവര് ആൽഫബറ്റ്സ് ഉപയോഗിച്ച് ആ ഒരു ഐറ്റത്തിന്റെ മെയിൻ ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യും. ഇനി അടുത്ത സബ് ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യാൻ അവർ എന്തെടുക്കും? ആൽഫബറ്റ്സ് പ്രാവശ്യം ഉപയോഗിച്ചു. അടുത്ത സബ് ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യാൻ അപ്പൊ അവർ എന്തെടുക്കാം? ആൽഫബറ്റ്സ്, നമ്പേഴ്സ് എടുക്കും അല്ലെ. ഇനി ഇത് നേരെ തിരിച്ചു വരാം, നേരെ വൈസ് വേഴ്സ, നേരെ തിരിച്ചു വരാം. എന്താ, ആദ്യം അവര് നമ്പർ ഉപയോഗിച്ച് മെയിൻ ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്തെങ്കിൽ അവിടെ സബ് ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യാൻ ഏതാ എടുക്കാപ്പോ? ആൽഫബറ്റ്സ് ആയിരിക്കും എടുക്കുക അല്ലെ. 2 രീതിയിലും ചെയ്യാം. അപ്പൊ രണ്ടും ഉപയോഗിക്കുന്നുണ്ട്, അത് 2 രീതിയിലും അവർക്ക് ഉപയോഗിക്കാം കേട്ടോ. മറിച്ചും തിരിച്ചും അവർക്ക് ഉപയോഗിക്കാം. 2 ആൽഫബറ്റ്സും ന്യൂമറിക്കൽ സിസ്റ്റവും കൂടി ഒരുമിച്ചുള്ള ഒരു കോമ്പിനേഷൻ ആണ് ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ആൽഫബറ്റ്സ് അവിടെ മെയിൻ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചാൽ അടുത്ത സബ് ഗ്രൂപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നത് നമ്പേഴ്സ് ആയിരിക്കും. നേരെ തിരിച്ചു വരാവുന്നതാണ്. ക്ലിയർ ആണോ അത്? ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് 4th വൺ ആണ് ഡെസിമൽ സിസ്റ്റം. ഡെസിമൽ എന്ന് പറഞ്ഞാൽ എന്താ? പഠിച്ചിട്ടില്ല, നമ്മൾ കുഞ്ഞു ക്ലാസ് തുടങ്ങി പഠിക്കുന്ന അല്ലെ. ഡെസിമല് ദശാംശ സംഖ്യകൾ അല്ലെ. അതെ, പോയിന്റ് ഇട്ട് എഴുതുന്ന സംഖ്യകളാണ് അല്ലെ. നോക്കിയേ, ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് ഡെസിമൽ ടു റെപ്രസെന്റ് ഐറ്റംസ്. ഈ ഡെസിമൽ നമ്പറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ചില ഐറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ സൂചിപ്പിക്കാറുണ്ട്. അതാണ് ഡെസിമൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, 50.1432. അങ്ങനെ ഓരോന്നിനും വ്യത്യസ്തമായ നമ്പറുകൾ, ഡെസിമൽ നമ്പറുകൾ കൊടുത്തുകൊണ്ട് സൂചിപ്പിക്കാം. ക്ലിയർ ആയോ ഡെസിമൽ സിസ്റ്റം? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ, ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ചോദിക്കുന്നില്ല കേട്ടോ. നോക്കിയേ, നെക്സ്റ്റ് കൊഡാക് സിസ്റ്റം. എന്താണ് ഒരു കൊഡാക് സിസ്റ്റം? യൂസിങ് 10 ഡിജിറ്റ്സ് ടു റെപ്രസെന്റ് ആൻ ഐറ്റം. ഒരു ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് എത്ര ഡിജിറ്റ് ഉപയോഗിക്കുന്നത് അവിടെ പറയുന്നേ? 10 ഡിജിറ്റ് ഉപയോഗിക്കുന്നു. ദിസ് ഈസ് ബെറ്റർ ടു യൂസ് ഇൻ സർജിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് ബെറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് സർജിക്കൽ ഡിപ്പാർട്ട്മെന്റിനാണ്. ഇവിടെ ഉപയോഗിക്കുന്ന ഡിജിറ്റിന്റെ എണ്ണം എത്രയായിരിക്കും? 10 ആയിരിക്കും എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഒരു കൊഡാക് സിസ്റ്റത്തിലാണെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന ഡിജിറ്റിന്റെ എണ്ണം എത്രയായിരിക്കും? അവരുടെ എണ്ണം എന്ന് പറയുന്നത് 10 ആയിരിക്കും അല്ലെ. 10 ഡിജിറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഏറ്റവും ബെറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്? സർജിക്കൽ ഡിപ്പാർട്ട്മെന്റിലാണ്. അത് രണ്ടും ഒന്നാണെന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. നെക്സ്റ്റ് ബ്രിഷ് സിസ്റ്റം. ബ്രിഷ് സിസ്റ്റത്തിൽ എന്താ? യൂസിങ് 7 ഡിജിറ്റ്. കൊഡാക്കിലാണെങ്കിൽ നമ്മൾ 10 ഡിജിറ്റ് ആണ് പറഞ്ഞത്. എന്നാൽ ഇവിടെ വരുമ്പോ എത്ര ഡിജിറ്റ് ആയത്? 7 ഡിജിറ്റ് ആണ് ബ്രിഷ് സിസ്റ്റത്തിൽ കേട്ടോ. 7 ഡിജിറ്റ് ടു റെപ്രസെന്റ് എ സ്പെസിഫിക് ഐറ്റം. ഒരു സ്പെസിഫിക് ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യാനും സൂചിപ്പിക്കാനായിട്ട് ഇവിടെ 7 ഡിജിറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ന്യൂമറിക്കൽ സിസ്റ്റം അല്ലെ. എപ്പോഴും ഒരു ന്യൂമറിക്കൽ നമ്പർ ഉപയോഗിച്ചല്ലേ നമ്മൾ അത് റെപ്രസെന്റ് ചെയ്യുന്നേ. നോക്കി, അതിനൊരു എക്സാമ്പിൾ, ഒരു 3 എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു നമ്പർ നിങ്ങളൊന്ന് എണ്ണി നോക്കിയേ. 7 ആണോ എന്നൊന്ന് എണ്ണി നോക്കിയേ. ആണോ? 1.02.00.00.
അല്ലെ? ഒരു 7 നമ്പേഴ്സ് അല്ലേ ഇത്? ആ ഒരു 7 ന്യൂമറിക്കൽ നമ്പർ, ആ ഒരു 7 ഡിജിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു കൊടുത്തിരിക്കുന്ന ആ ഒരു എന്താണ് ഡിജിറ്റ് അല്ലെങ്കിൽ ആ ഒരു കോഡ് എന്ന് പറയുന്നത് മെഡിക്കൽ എക്യുപ്മെന്റ്സിനെ സൂചിപ്പിക്കുന്നതാണ്. ഇനി താഴെ ഇതുപോലെ 2-3 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 1.0.01.00 അതെന്താ? ബ്ലഡ് ഗ്യാസ് അനലൈസർ, അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു നമ്പർ ആണ്. അതുപോലെ 1.02.01.01 എന്ന് പറയുന്നത് ഒരു മോഡൽ BGA3, അതൊരു റേഡിയന്റ് ട്രേഡ് ആണ് കേട്ടോ. റേഡിയന്റ് ട്രേഡ് ഒരു സിമ്പിൾ ആണ്, ഇത് സൂചിപ്പിക്കുന്ന ഒരു കോഡാണ്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. Then last നോക്കി 1.02.02.00 ഏതാ? ബോയ്സ് അപ്പാരറ്റസ് പെയിന്റഡ് മോഡൽ അനസ്തെറ്റിക് മെഷീൻ ആണ്. അതിന്റെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ന്യൂമറിക്കൽ കോഡ്, ഒരു 7 ഡിജിറ്റ് കോഡ്, ബ്രിഷ് സിസ്റ്റത്തിലുള്ള ഒരു 7 ഡിജിറ്റ് കോഡാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഒരു നമ്പർ ചിലപ്പോ അപ്പൊ മറ്റേ കൊഡാക് സിസ്റ്റത്തിൽ ഈ നമ്പർ എത്ര എണ്ണം ഉണ്ടാവും? കൊഡാക് സിസ്റ്റത്തില് ഈ നമ്പേഴ്സ് 7ന് പകരം എത്ര എണ്ണം ഉണ്ടാവും? 10 എണ്ണം ഉണ്ടാവും അല്ലെ? അങ്ങനെയുള്ള ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ക്ലിയർ ആണോ ആ ഒരു ഭാഗം? കോഡിഫിക്കേഷൻ ഓഫ് സിസ്റ്റംസ് ക്ലിയർ ആണോ? അതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പൊ ക്ലിയർ അല്ല? ഇനി എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ചെന്ന് നമ്മൾ വീട്ടിലിരുന്ന് വായിക്കുന്ന സമയത്ത് ഡൗട്ട്സോ എക്സാമ്പിൾ ഇതുപോലെ ചോദിക്കോ? എക്സാമിന് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിക്കില്ല കേട്ടോ. നെക്സ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിട്ട് ആ ഒരു കോഡിഫിക്കേഷൻ സിസ്റ്റത്തിൽ ഉൾപ്പെടുന്നവ ഏതാണെന്ന് ചോദിക്കാം. അതിലില്ലാത്തവ ഏതാണെന്ന് ഉൾപ്പെടാത്ത ഒരെണ്ണം ചോദിക്കാം. അങ്ങനെ ചോദിക്കുമ്പോൾ ഏതാണെന്ന് അങ്ങനെ ചോദിക്കോ? ചോദിക്കില്ല. അത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമുക്ക് പഠിക്കാനില്ല കേട്ടോ. കൺഫ്യൂസിങ് ആയതുകൊണ്ട് അങ്ങനെ ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല കേട്ടോ. അത് ഇമ്പോർട്ടന്റ് അല്ല. ഇതാണ് പറഞ്ഞത്. ആ ഒരു 6 പോയിന്റ്സ് ഇല്ലേ, ആ ഒരു 6 പോയിന്റ്സ് നോക്കി വെക്കണം. ഏതൊക്കെ രീതിയിലാണ് ആ ഒരു സിസ്റ്റം, ഏതൊക്കെ സിസ്റ്റം ആണെന്നുള്ളത് കേട്ടോ. അതുപോലെ ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി, ആ ഒരു സർജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ബെറ്റർ വൺ ഏതാണ്? അതുപോലെ 10 ഡിജിറ്റ് ഏതിലാണ് ഉപയോഗിക്കുന്നത്, 7 ഡിജിറ്റ് ഏതിലാണ് ഉപയോഗിക്കുന്നത്. അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാലോ. എളുപ്പമല്ലേ? അത്രയും മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, വേണ്ടി ചെയ്തോട്ടെ. Thank you, ma'am. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.